ഹരേ കൃഷ്ണ. ശ്രീമദ് രാമായണ സത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. കർക്കിടക മാസത്തോട് അനുബന്ധിച്ച് നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരത്തും ശ്രീമദ് രാമായണം ചർച്ച ചെയ്യുകയാണ്. അന്നേരം രാവിലെ നമ്മൾ ഭഗവാൻ ശ്രീരാമചന്ദ്രമൂർത്തി ലക്ഷ്മണനും സ്വാമിയും സീതാ സമേതനുമായിട്ട് സുദീക്ഷണെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അദ്ദേഹം പല പല കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഞാൻ ഈ ലോകം വിടാൻ പോവുകയായിരുന്നു, പക്ഷെ അങ്ങ് വരുന്നു എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലായിരുന്നു ഞാനിവിടെ കാത്തിരുന്നത് എന്നതിനെക്കുറിച്ച് പറയുകയാണ്. അങ്ങനെ ഭഗവാൻ അവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്. സാധുജനങ്ങളെല്ലാം പറഞ്ഞു, അവരെല്ലാം തമ്മി ഇങ്ങനെ ചർച്ച ചെയ്യുന്നു, വിഷമിച്ചിങ്ങനെ ചർച്ച ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രമൂർത്തി ചെന്ന് ചോദിക്കുകയാണ്, എന്താണ് അങ്ങെല്ലാവരും ചർച്ച ചെയ്യുന്നത്, എന്തെങ്കിലും വിഷമം നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ രാക്ഷസന്മാരുടെ ശല്യം ഒരുപാടാണ്, അവരിൽ നിന്നൊക്കെ ഒരു മോചനം നമ്മൾ ആഗ്രഹിക്കുന്നു, ഏത് നിമിഷവും അവർ ഇവിടെ വരും എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ്. ഭഗവാൻ വിചാരിച്ചു ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, അങ്ങനെ ദണ്ഡകാരണ്യത്തിലോട്ട് പോകാനുള്ള ഒരു ഭഗവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ദണ്ഡകാരണ്യ വനത്തിലോട്ട് പോവുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അവിടെ വെച്ചിട്ടാണ് ആ ഒരു വിരാധനുമായിട്ടുള്ള യുദ്ധവും, അതിനുശേഷം ശാരംഭംഗ ആശ്രമത്തിൽ പോവുകയും സുദീക്ഷണനെ കാണുകയും സുദീക്ഷണനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ മന്ദകർണി അവിടെയുള്ള ഋഷിമാരെയൊക്കെ ഭഗവാൻ കാണുകയും പിന്നെ ഭഗവാൻ പ്രതിജ്ഞ എടുത്തിരുന്നു, ഈ രാക്ഷസകുലത്തെ മുഴുവൻ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ പ്രതിജ്ഞ എടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പ്രതിജ്ഞ എടുത്തപ്പോൾ എല്ലാ ഋഷിമാർക്കും വളരെയധികം ആശ്വാസമായി. ഇനി അവർ വിചാരിച്ചു, ഇനി ഭഗവാൻ ഉണ്ടല്ലോ എല്ലാം നോക്കാനായിട്ട്. അവർ അതിനു മുമ്പേ എല്ലാം പറയുന്നു, അങ്ങല്ലാതെ നമുക്ക് ആരുമില്ല, അങ്ങ് ഇവിടെ ഭരിക്കുന്ന ചക്രവർത്തിയാണ്, രാജാവാണ്, അങ്ങയുടെ കീഴിലാണ് നമ്മൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ക്ഷത്രിയ ധർമ്മമാണ് സാധുജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് നമ്മളെ സംരക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭഗവാൻ പ്രതിജ്ഞ എടുത്തപ്പോൾ സീതാദേവി പല രീതിയിലും ആ ഒരു പ്രതിജ്ഞ എടുത്തപ്പോൾ സീതാദേവിക്ക് ഒരുപാട് ഭയമായി. അല്ല, ഈ ഒരു പ്രതിജ്ഞ ഭഗവാനെ പല രീതിയിലും പിന്തിരിപ്പിക്കാനായിട്ട് സീതാമാതാവ് നോക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ അസ്ത്രങ്ങളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന എപ്പോഴും ആ ഒരു ക്രൂരതാ മനോഭാവം വരും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും സീതാദേവി ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. അതെല്ലാം കേട്ടപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പറയുന്നു. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ പറയുകയാണ്, ഞാൻ ചിലപ്പോൾ സീതയെ തന്നെ ഉപേക്ഷിക്കും, ചിലപ്പോൾ ലക്ഷ്മണനെ ഉപേക്ഷിക്കും, പക്ഷേ ഞാനെടുത്ത പ്രതിജ്ഞ അത് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. സാധുജനങ്ങളുടെ സംരക്ഷണാർത്ഥം ഞാനിതൊക്കെ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം അഗസ്ത്യ ഋഷിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. അങ്ങനെ ജഡായുവായിട്ട് ഭഗവാൻ കണ്ടുമുട്ടുകയാണ്. അതിനുശേഷം പഞ്ചവടിയിലേക്ക് പ്രവേശിക്കുകയും പഞ്ചവടിയിലുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷമൊക്കെ ലക്ഷ്മണസ്വാമി പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയാണ് രാമായണത്തിലെ ടേണിംഗ് പോയിന്റ്. ശൂർപ്പണഖ അവിടെ പ്രവേശിക്കുകയാണ്. ശൂർപ്പണഖയുടെ പ്രവേശനത്തോടുകൂടി രാമായണത്തിനൊരു പുതിയ വഴിത്തിരിവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം ശൂർപ്പണഖ എന്താണ് ചെയ്യുന്നതെന്ന്. ഇതിനു മുമ്പേ സാധുജനങ്ങളെല്ലാം ആ ഖരനെക്കുറിച്ച് വളരെയധികം വിഷമത്തിലാണ്. ഖരനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഖരൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഖരനും കുറേ അവരുടെ കൂട്ടായ്മത്തോടു കൂടിയുള്ള അവരുടെ അനുയായികളും ശൂർപ്പണയും അങ്ങനെയുള്ള കുറേ രാക്ഷസന്മാരുണ്ട്. അവരെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അന്നേരം അതിൽ നിന്നെല്ലാം ശ്രീരാമ ഭഗവാനിലാണ് ഒരു പ്രതീക്ഷ എല്ലാവർക്കും. അതുതന്നെയാണ് ദേവേന്ദ്രനും നേരത്തെ വന്ന് ആ ഋഷിയെടുത്ത് പറഞ്ഞത്. ശാരംഭംഗാശ്രമത്തിൽ ശാരംഭംഗ ഋഷിയെ കണ്ടിട്ട് പറയുകയാണ്, ഭഗവാൻ എങ്ങനെയെങ്കിലും കൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ഭഗവാനെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിക്കണം, ശ്രീരാമചന്ദ്രമൂർത്തി വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ദേവേന്ദ്രൻ അവിടുന്ന് പോകുന്നത്. ഭഗവാനെ ഞാൻ ഇനി നേരിട്ട് കാണും, പക്ഷേ അത് വേറൊരു സമയത്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് ദേവേന്ദ്രൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി എല്ലാം അറിയാം, സാക്ഷാത് ഭഗവാനാണ്. പക്ഷെ എന്നിട്ടും സാധാരണ ഒരു മനുഷ്യനെ പോലെ ഭഗവാൻ പെരുമാറുകയാണ് ലീലയുടെ ഭാഗമായിട്ട്. ഇനി നമുക്ക് ശൂർപ്പണഖയുടെ ആ ഒരു പ്രവേശനം, രംഗപ്രവേശനം നമുക്ക് ചർച്ച ചെയ്യാം.
അതിനു മുമ്പേ ഭഗവാന്റെ കീർത്തനം വെച്ച് നമുക്ക് ആരംഭിക്കാം. രാമ 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 രാമ. ഇനി നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്തസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിൻ ഇതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമതായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദിനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഒരു ഭക്ത പറഞ്ഞു, രാമായണം കേൾക്കാനായിട്ട് ലീവ് എടുത്തു. വളരെ വളരെ നന്ദി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത്. ഭഗവാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മംഗളകരമായിട്ട് നടക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടിയനെന്ത് യോഗ്യതയാണ് രാമായണത്തെക്കുറിച്ച് പറയാൻ? ഗുരുമഹാരാജിൻ്റെ കൃപ കൊണ്ടും പ്രഭുപാജിയുടെ കൃപ കൊണ്ടും മദൻ ഗോപാൽ, ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ടുള്ള നമ്മുടെ മദൻ ഗോപാൽ ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ആ ശ്രീരാമചന്ദ്രമൂർത്തിയെക്കുറിച്ച് അടിയൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും അതിതീവ്രമായിട്ട് ശ്രീരാമ ഭഗവാനെക്കുറിച്ച് കേൾക്കാൻ ആകാംക്ഷയോടുകൂടി ഇരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ആകാംക്ഷ, ഭക്തി, ആ ഒരു ജിജ്ഞാസ, അത് കാരണം ശ്രീരാമചന്ദ്രമൂർത്തി അനുഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റും. സാക്ഷാൽ വാൽമീകി ഋഷിയുടെ അധരപത്മങ്ങളിൽ നിന്ന് വന്ന ആ ഒരു വചനങ്ങളാണ്. നമുക്കൊരു യോഗ്യതയില്ല ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ. ആ വാൽമീകി ഋഷി തുടക്കത്തിൽ ഒരു കാട്ടാളനാണെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മം സാധാരണ ജന്മമല്ല. ആ കാട്ടാള ജന്മത്തിൽ നിന്നും ഇത്രയും ഉയർന്ന ആ ഒരു പദവിയിലേക്ക് വാൽമീകി കോകിലം അല്ലേ, ഈ പരമോന്നത പദവിയിലേക്ക് അദ്ദേഹം എത്തി. രാമനാമ ജപത്തിലൂടെ നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനം ലഭിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം അങ്ങനെ ഒരു കാട്ടാള വേഷം തുടക്കത്തിൽ കാണിച്ചത് അല്ലേ. ആ നാരദ മഹർഷിയുടെ കൃപാകടാക്ഷം കൊണ്ട് അതേപോലെ എൻ്റെ ജീവിതത്തിലും ഞാനും ഒരു കാട്ടാളിനെക്കാട്ടിയും താഴ്ന്ന കുലത്തിലാണ്. അന്നേരം എനിക്കെന്ത് യോഗ്യതയാണുള്ളത് രാമായണത്തെക്കുറിച്ച് സംസാരിക്കാൻ? പക്ഷേ എങ്ങനെയാണോ വാൽമീകി ഋഷിക്ക് ആ ഗുരുവിൻ്റെ കൃപാകടാക്ഷം ലഭിച്ചത്, അതേപോലെ എൻ്റെ ജീവിതത്തിലും ശ്രീല പ്രഭുപാദ് ഗുരു മഹാരാജും ആ ഒരു ഗുരു ശിഷ്യ പരമ്പര വന്നു. എനിക്ക് എൻ്റെ ആകെയുള്ള ആശ്രയം നാമജപമാണ്. അങ്ങനെ ശ്രീരാമ ഭഗവാന്റെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്, ഹനുമാൻ സ്വാമിയുടെ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നു. നാമജപത്തിലൂടെ നമുക്കെല്ലാവർക്കും ആ ഒരു കൃപാകടാക്ഷത്തിലൂടെ എന്താണോ വാൽമീകി ഋഷി എഴുതിയത് അതേപോലെ യഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും അടിയന് വേണ്ടി പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് തുടങ്ങാം. 17ാമത്തെ സർഗം. ശൂർപ്പണഖ പ്രവേശിക്കുകയാണ്, രംഗപ്രവേശനമാണ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. കൃത അഭിഷേകോ രാമ തു സീത സൗമിത്രൈരേവ ച തസ്മാത് ഗോദാവരീ തീരാ തതോ ജഗ്മുസ്വം ആശ്രമം. ശ്രീരാമ ഭഗവാനും സീതാദേവിയും സൗമിത്രിയും അവിടെ ആശ്രമത്തിൽ ഗോദാവരി തീരത്തായിട്ട് ആ ഒരു ആശ്രമം ഇതൊക്കെ പണിഞ്ഞ് ഇരിക്കുകയാണ്. ആശ്രമം തം ഉപാഗമ്യ രാഘവ സഹ ലക്ഷ്മണ കൃത്വാ പൗർഭാഗ്നികം കർമ്മ പർണശാലാമുപാഗമത്. പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാനും ലക്ഷ്മണസ്വാമിയും അവിടെ കുടിലേക്ക് വരികയാണ്. ഉപാസസുഖിത തത്ര പൂജ്യമാനോ മഹർഷഭ സ രാമപർണശാലായം ആസീന സഹ സീതയാ. വിരരാജമഹാബാഹു ചിത്രയാ ചന്ദ്രമാ ഇവ ലക്ഷ്മണേന സഹ ഭ്രാത്ര ചകാര വിവിധാ കഥ. ആ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. സ രാമപർണശാലായാം ആസീന സഹ സീതയാ. സീതാസമേതനായിട്ട് ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്. ഭഗവാൻ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഋഷിമാരെല്ലാം ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ചന്ദ്രൻ എങ്ങനെയാണോ നക്ഷത്രക്കൂട്ടത്തിൻ്റെ ഇടയിൽ കാണപ്പെടുന്നത്,
അതേപോലെ ഭഗവാൻ അവിടെ ഋഷിമാരുടെ ഇടയിൽ തിളങ്ങി നിൽക്കുകയാണ്, ചന്ദ്രനെ പോലെ രാമചന്ദ്രമൂർത്തി. ഉവാസ സുഖിത തത്ര പൂജ്യമാനോ മഹർഷഭ സ രാമപർണശാലായം തദാസീനസ്യ രാമസ്യ കഥാ സംസക്തചേതസ തം ദേശം രാക്ഷസീ കാചിത് ആജഗാമ യദൃച്ഛയാ. അങ്ങനെ പെട്ടെന്ന് ഒരാൾ അവിടെ വന്നു. ഒരു ടേണിംഗ് പോയിന്റ് അവിടെ. ശ്രീരാമ ഭഗവാൻ അങ്ങനെ ശിബിരത്തിലിരിക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു രാക്ഷസി പെട്ടെന്ന് തന്നെ വരികയാണ്. സാ തൂ ശൂർപ്പണകനാമ ദശഗ്രീവസ്യ രാക്ഷസ ഭഗിനി രാമം ആസദ്യ ദദർശ ത്രിദശുഭമം. അവൾ സാധാരണ രാക്ഷസിയല്ല, ദശാനൻ്റെ രാവണൻ്റെ സഹോദരിയാണ്. അങ്ങനെ അവിടെ വന്ന ഉടനെ ശ്രീരാമചന്ദ്രമൂർത്തിയെ അവൾ കണ്ടു. ദീപ്താസ്യ ച മഹാബാഹും പത്മപത്രായത് ഈക്ഷണം ഗജവിക്രാന്തഗമനം ജടാമണ്ഡലധാരിണം സുകുമാരം മഹാസത്വം പാർത്ഥിവവ്യജനം മന്വിതം രാമം ഇന്ദീവരം ശ്യാമം കന്ദർപ്പസദൃശം പ്രഭം. കന്ദർപ്പസദൃശം, കാമദേവനെ പോലും വെല്ലുന്ന. ബഭൂവ ഇന്ദ്രോപമം ദൃഷ്ട്വാ രാക്ഷസി കാമമോഹിത. രാമനെ കണ്ടപ്പോൾ കാമം തോന്നി. ഭഗവാന്റെ മുഖകാന്തി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഭഗവാന്റെ ദീർഘബാഹു, താമരാക്ഷൻ, ഭഗവാന്റെ ആ ഒരു തലയെടുപ്പൊക്കെ ആനയെ പോലെയാണ്. ഭഗവാൻ ആ ഒരു ജടയൊക്കെ ധരിച്ചിരിക്കുമ്പോൾ എന്താ ഭംഗി ഭഗവാനെ കാണാൻ. ഭഗവാന്റെ ശരീരം വളരെ പെട്ടെന്ന് നോക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ടും തോന്നും, പക്ഷെ അതേ സമയത്ത് ഭയങ്കര ശക്തിയുമാണ്. എല്ലാ രാജലക്ഷണങ്ങളും ഭഗവാനിലുണ്ട്. ഭഗവാന്റെ നിറം ഇവിടെ പറയുന്നത് വളരെ തീവ്രമായിട്ടുള്ള ഒരു നീല കളർ, വളരെ ശക്തമായിട്ടുള്ള നീല കളർ, ഒരു നീല താമരയുടെ ഒരു നിറമാണെന്ന് പറയുന്നു. അതുകൂടാതെ ഭഗവാന്റെ ആ ഒരു ഭംഗി നോക്കിക്കഴിഞ്ഞാൽ കാമദേവൻ പോലും തോറ്റുപോകും. ഇന്ദ്രനെ പോലെയാണ്. ഇന്ദ്രനെ പോലെ ചിലപ്പോൾ നോക്കുമ്പോൾ രാമായണം വീട്ടിൽ പാരായണം ചെയ്യുന്നതിന് പ്രത്യേക സമയമുണ്ടോ? ഇല്ല. വീട്ടിലാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാരായണം ചെയ്യാം. പക്ഷേ നമ്മൾ യജ്ഞമായിട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് സന്ധ്യ വരെ ചെയ്യാൻ പാടും. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ സൂര്യാസ്തമയത്തിന് ശേഷം ചെയ്യാൻ പാടില്ല. വീട്ടിലാകുമ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാം. അങ്ങനെ രാക്ഷസി കണ്ടുടനെ കാമം വർദ്ധിച്ചു. ആർക്കാണ് കാമം തോന്നാത്തത് അല്ലേ? പക്ഷെ പൊതുവെ പറയുന്നത് രാമനുള്ളിടത്ത് കാമമില്ല, കാമമുള്ളിടത്ത് രാമനില്ല എന്നാണ്. പക്ഷെ എന്നിട്ടും ശൂർപ്പണയ്ക്ക് കാമം തോന്നി ഭഗവാനോട്. സുമുഖം ദുർമുഖി. ഇവിടെ വാൽമീകി ഋഷി സന്ധ്യയ്ക്ക് പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ യജ്ഞം നടത്തുമ്പോഴാണ്. യജ്ഞം നടക്കുന്ന യജ്ഞവേദിയിൽ ചെയ്യരുതെന്നാണ്. വീട്ടിൽ ചെയ്യാം, അതിന് റൂൾസ് ഇല്ല. സുമുഖം ദുർമുഖി. ഭഗവാൻ സുമുഖൻ, രാക്ഷസിയാണെങ്കിലോ ശൂർപ്പണഖ ദുർമുഖി. രാമം വൃത്തമധ്യം മഹോദരി. ഭഗവാന്റെ ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ രൂപഘടനയൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് അനുസരിച്ചാണ്. അവളാണെങ്കിൽ മഹോദരി, അവളുടെ വയറൊക്കെ കുടവയറാണ്. വിശാലാക്ഷം. ഭഗവാന്റെ കണ്ണുകൾ നല്ല വിശാലാക്ഷം. അവളുടെ കണ്ണോ വിരൂപാക്ഷി. സുകേശം താമ്രമൂർധജ. ഭഗവാന്റെ കേശങ്ങൾ വളരെ സുന്ദരമാണ്. അവളുടെ ഇതാണെങ്കിൽ ചകിരി മാതിരിയുണ്ട്. പ്രിയരൂപം വിരൂപ. ഭഗവാന്റെ രൂപം വളരെ പ്രിയങ്കരമാണ്. സ സുസ്വരം ഭൈരവസ്വന തരുണം ധാരുണ വൃദ്ധ. ഭഗവാൻ യുവത്വം തുളുമ്പി നിൽക്കുകയാണ് ഭഗവാന്റെ ശരീരം. പക്ഷെ അവളാണെങ്കിൽ വൃദ്ധാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ദക്ഷിണം വാമഭാഷിണി. ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ന്യായം വൃത്തം സുദുർവൃത്ത പ്രിയം അപ്രിയം ദർശന ശരീരജ സമാവിഷ്ട രാക്ഷസി രാമമബ്രവീത്.
എന്നാൽ ഇവിടെ പറയുന്നു, ഭഗവാന്റെ മുഖം വളരെ സുന്ദരവും അവളുടേതാണെങ്കിൽ ദുർമുഖിയാണ്. കലം കമത്തി വെച്ച പോലെയാണ് അവളുടെ വയറിരിക്കുന്നത്. പക്ഷെ ഭഗവാന്റെ അരയൊക്കെ എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയിരിക്കുകയാണ്. അവളുടെ കൈയാണെങ്കിൽ ഒട്ടും കൊള്ളത്തില്ല. പക്ഷേ ഭഗവാന്റെ കണ്ണുകളാണെങ്കിൽ വിശാലാക്ഷനാണ്. പിന്നെ മുടികളൊക്കെ ഭഗവാന്റെ സുന്ദര കേശമാണ്. അവളുടേതാണെങ്കിൽ ചെമ്പ് മുടി മാതിരി ഇരിക്കുന്നു. ഭഗവാന്റെ രൂപം എത്രയും ആരെയും ആകർഷിപ്പിക്കുന്നത്, അവളുടേതാണെങ്കിൽ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത്. ഭഗവാന്റെ സ്വരം എത്രയോ നല്ലത്, അവളുടെ ഒട്ടും കൊള്ളാത്ത ശബ്ദം. ഭഗവാൻ യുവത്വം തുളുമ്പി നിൽക്കുന്നു. പക്ഷേ അവളുടെ രൂപമാണെങ്കിൽ വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നു. ഭഗവാൻ എപ്പോഴും മധുരമായിട്ട് സംസാരിക്കുന്നു, അവൾ എപ്പോഴും ക്രൂരമായിട്ടും ഒരു ദുർബുദ്ധിയോടും കൂടി സംസാരിക്കുന്നു. ഭഗവാൻ സത്സ്വഭാവിയും അവൾ ദുസ്വഭാവിയുമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് കാമാഗ്നിയിൽ അവൾ കത്തിക്കൊണ്ട് കാമദേവൻ്റെ ബാണം കൊണ്ട് അവളിങ്ങനെ പറയാം, ജഡിതാപസരൂപേണ സഭാര്യ ശരജാവം ദൃക് ആഗതത്വം ഇവം ദേശം കഥം രാക്ഷസ സേവിതം കിമാഗമൻ കൃത്യം തേ തത്വം ആഖ്യാതുമർഹസി. അങ്ങ് തപസ്വിയാണല്ലോ, എന്നിട്ടും ഭാര്യയും കൂട്ടത്തിലുണ്ട്, കയ്യിലൊരു വില്ലുമുണ്ട്, അസ്ത്രങ്ങളുമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു സാധുവിനെ പോലെ ഉണ്ടെങ്കിലും എന്തിനാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇവിടെ എപ്പോഴും രാക്ഷസന്മാർ നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അങ്ങ് ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു എന്നുള്ള അർത്ഥത്തിലൊക്കെ ചോദിക്കുകയാണ്. ഏവമുക്ത്വാ തു രാക്ഷസ്യ ശൂർപ്പണഖ്യാ പരം തപ രുജുബുദ്ധ്യാ സർവം ആഖ്യാതും ഉപചക്രമേ. ഇവിടെ എടുത്തു പറയുന്നത് രുജുബുദ്ധ്യ, ഏവമുക്ത്വാ രുജുബുദ്ധ്യ, അതായത് കാപട്യമില്ലാത്ത ഹൃദയം ഭഗവാന്റെ, കാപട്യമില്ലാത്ത ബുദ്ധിയാണ് ഭഗവാൻ്റെത്. ഉള്ളിൽ കാപട്യമില്ല. അതുകൊണ്ട് എന്തു ചോദിച്ചോ അതേപോലെ എല്ലാം പറഞ്ഞു. സാധാരണ രീതിയിലാണെങ്കിൽ അവളുടെ നോട്ടം അതൊന്നും ശരിയല്ല. ഭഗവാന് വേണമെങ്കിൽ എല്ലാം പറയാതിരിക്കാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഭഗവാൻ രുചിബുദ്ധിയാണ്, അല്ലേ? ഉള്ളിൽ കാപട്യമൊന്നുമില്ല ഭഗവാന്. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? എന്താണോ ചോദിച്ചത് അത് അതേപടി അതിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ഭഗവാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സണാണ്. ആസീത ദശരഥോ നാമ രാജത്രിദശവിക്രമഃ തസ്യ അഹം അഗ്രജാപുത്രോ രാമോ നാമ ജനൈ ശ്രുത. ദശരഥനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരാണ് കേൾക്കാത്തതല്ലേ? ദേവന്മാരുടെ തുല്യം വീര്യമുള്ള ദശരഥൻ്റെ മൂത്ത മകനാണ് ഞാൻ. പൊതുവെ ആൾക്കാരെന്നെ രാമൻ എന്ന് വിളിക്കാറുണ്ട്. ഭ്രാതായം ലക്ഷ്മണോ നാമ യവീവാൻ മാമനുവ്രത ഇയം ഭാര്യ ച വൈദേഹി മമ സീതേതി വിശ്രുത. ഇതെൻ്റെ സഹോദരൻ ലക്ഷ്മണൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, എൻ്റെ പാത പിന്തുടരുന്നവൻ. അതെൻ്റെ ഭാര്യ വൈദേഹി സീത എന്നറിയപ്പെടുന്നു. നിയോഗാത് തു നരേന്ദ്രസ്യ പിതുരമാധു ച യന്ത്രിത ധർമാർത്ഥം ധർമ്മകാംക്ഷീ ച വനം വസ്തുദൈഹമാഗതഃ. പിതൃവാക്യ പരിപാലനാർത്ഥം ഞാൻ ഇങ്ങനെ ഈ ഒരു താപസ്യ ജീവിതം സ്വീകരിച്ചിരിക്കുകയാണ്. എൻ്റെ അച്ഛനും രാജാവുമായിരുന്ന എൻ്റെ അമ്മയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ ഒരു മാർഗം സ്വീകരിച്ചിരിക്കുകയാണ്. ത്വം തു വേദിതും ഇച്ഛാഹമി കസ്യ ത്വം കാ ആസകസ്യ വാ ത്വം ഹി താവൻ മനോജ്ഞ അംഗിരാക്ഷസി പ്രതിഭാസി മേ. എനിക്കും നിന്നെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ആരുടെ ഭാര്യയാണ് നീ? എന്താണ് പേര്? ആരുടെ മകളാണ്? മനോജ്ഞാംഗി, അവളെ ഒന്ന് പുകഴ്ത്തിയും കൂടെ ചെയ്യും. നീ വളരെ സുന്ദരിയായിട്ടുണ്ട്. മനോജ്ഞാംഗി അല്ലേ? രാക്ഷസി പ്രതിഭാസിമേ. പക്ഷെ കണ്ടിട്ടൊരു രാക്ഷസിയെ പോലെ ഉണ്ടല്ലോ. ഡയറക്റ്റ്ലി രാക്ഷസി എന്ന് പറഞ്ഞാൽ വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു, കാണാൻ കൊള്ളാം കേട്ടോ, നല്ല ലുക്കാണ്,
പക്ഷെ എന്നാലും കണ്ടിട്ട് ഒരു രാക്ഷസിയാണെന്ന് തോന്നുന്നു എന്ന് പറയുക. യോവാക്യം നിമിത്തം ത്വം ആഗതാ ബ്രൂഹി തത്വത സ അബ്രവീത് വചനം ശ്രുത്വ രാക്ഷസി മദന ആർദിത. മദൻ്റെ അമ്പ ഇട്ട് രാക്ഷസി ബോധം കിട്ടു. ഇഷ്ടപ്പെട്ട ആൾ സുന്ദരി എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. പിന്നെ ഭൂമിയിലൊന്നും അല്ല അവൾ. പിന്നെ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്താണ് ഉദ്ദേശം ഒന്ന് പറയാമോ? ഇത് കേട്ട ഉടനെ കാമത്തിൻ്റെ അഗ്നിയിൽ കൂടുതൽ കത്തി, കാമത്തിൻ്റെ എന്താ പറയുന്നത്, കാമദേവൻ്റെ ബാണമേറ്റ് അവൾ ബോധം കിട്ടു. എന്നിട്ട് വളരെയധികം ആനന്ദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആ ഭഗവാന്റെ വചനങ്ങൾ കേട്ടപ്പോൾ പറയാൻ തുടങ്ങി. ശ്രീയതാം രാമ വക്ഷ്യാമി തത്വാർത്ഥം വചനം മമ അഹം ശൂർപ്പണക നാമ രാക്ഷസി കാമരൂപിണി ആരണ്യം വിചരാമിതം ഏക സർവഭയങ്കര. ഞാൻ സത്യം പറയട്ടെ രാമ, സത്യമാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇഷ്ടത്തിനനുസരിച്ച് രൂപം എടുക്കാൻ പറ്റുന്ന ശൂർപ്പണകയാണ്. ഞാൻ ഈ കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കും. ആർക്കും എൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. ഭയങ്കരിയാണ് ഞാൻ, ഭയങ്കര ടെററാണ് ഞാൻ. രാവണോ നാമമേ ഭ്രാത യതി തേ ശ്രോതമാഗത വീരോ വിശ്രവസ പുത്രോ യതി തേ ശ്രോതമാഗത. എൻ്റെ സഹോദരൻ വില്ലാളി വീരനായിട്ടുള്ള രാവണൻ രാക്ഷസ രാജാവാണ്, വിശ്രവസൻ്റെ മകൻ, കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അന്നേരം പ്രവൃദ്ധനിദ്ര ച സദാ കുംഭകർണോ മഹാബല വിഭീഷണത്തു ധർമാത്മാ നതു രാക്ഷസ ചേഷ്ടിത പ്രഖ്യാത വീരേ ച രണഭ്രാത്രോ ഖരദൂഷണൗ. ബെസ്റ്റ് ഫാമിലി. എൻ്റെ സഹോദരൻ കുംഭകർണൻ, മഹാശക്തനായിട്ടുള്ള കുംഭകർണൻ, എപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുംഭകർണനാണ് എൻ്റെ മകൻ, എൻ്റെ സഹോദരൻ. പിന്നെ ധർമാത്മാവായിട്ടുള്ള വിഭീഷണമുണ്ട്, ഒരു ഉപയോഗമില്ലാത്ത അല്ലേ. പക്ഷെ അവൻ അത്ര ഉപയോഗമൊന്നുമില്ല, രാക്ഷസനെ പോലെ ഒന്നുമല്ല, എല്ലാം തുറന്നു പറയുന്നത്. പിന്നെ അതുകൂടാതെ രണ്ട് വേറെ സഹോദരന്മാരുണ്ട്, ഖരനും ദൂഷണനും. അവരൊക്കെ വീരന്മാരാണ്, വീരൻ. ഭയങ്കര ഫാമിലിയാണ് നമ്മുടെ ഇത്. താനഹം സമരിക്രാന്ത രാമത്വാ പൂർവദർശനാത് സമുപേതാസ്മി ഭാവേന ഭർത്തൃം പുരുഷോത്തമ. ഇവരെല്ലാവരെയും വെല്ലാനുള്ള കഴിവ് എനിക്കുണ്ട്. നോക്കണേ, രാവണനെക്കാട്ടിയും കുംഭകർണനെക്കാട്ടിയും വിഭീഷണനെക്കാട്ടിയും ഖരനെയും ദൂഷണനെക്കാട്ടിയും എല്ലാവരെയും കാട്ടിയും ശക്തിയിൽ ഞാൻ മുന്നോട്ടാണ്. രാമ, നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, നിന്നോട് എനിക്ക് ബഹുത് പ്യാർ ഹുവ അല്ലേ. അന്നേരം ഒരുപാട് പ്രേമം ഇങ്ങനെ തോന്നുന്നു അല്ലേ. എന്ത് പറയാനാണ്, എന്നെ പോലെ ഒരു വീരപരാക്രമിയായിട്ട് ആരും ഈ ലോകത്തിലില്ല. രാവണൻ എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. എന്നെ കണ്ടപ്പോൾ തന്നെ ഇത്രയും കാലവും ഞാൻ കൊതിച്ചിരുന്ന ആ ഒരു വ്യക്തി നീയാണ് അല്ലെ, സോൾമേറ്റ് അങ്ങാണ് എന്നൊക്കെ പറഞ്ഞ് പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങിയാണ് ആ ഒരു രാക്ഷസി. അഹം പ്രഭാവ സമ്പന്ന സ്വച്ഛഹന്ത ബലഗാമിനി ചിരായ ഭവഭർത്ത മേ സീതയാ കിം കരിഷ്യസി. എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്നെന്നും നമുക്ക് ഭാര്യ ഭർത്താവായിട്ട് ഇവിടെ ജീവിക്കാം. സീതയെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഉപയോഗം, എന്താണ് സീതയെ കൊണ്ടുള്ള ഉപയോഗം എന്നൊക്കെ പറയാം. വികൃത ച വിരൂപാ ച ന സ ഇയം സദൃശീ തവ അഹം ഏവ അനുരൂപാതേ ഭാര്യ രൂപേണ പശ്യമാം. ഒന്ന് നോക്കൂ, എന്നെയും സീതയും കൂടെ നോക്കൂ. അവള് വിരൂപി, ഞാൻ എത്ര സുന്ദരിയാണ്. അന്നേരം ആചാര്യന്മാർ പറയുന്നു, ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ടപ്പോൾ, ഭഗവാന്റെ ആ ഒരു സൗന്ദര്യമൊക്കെ കണ്ടപ്പോൾ ശൂർപ്പണഖ വിചാരിച്ചു രൂപം ഒന്ന് മാറിക്കളയാം അല്ലേ, അല്ലെങ്കിൽ ഒരു മാച്ചും ഇല്ല എന്ന് പറഞ്ഞ് രൂപം എടുക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷെ മറന്നുപോയി. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ രൂപം എടുക്കാൻ മറന്നുപോയി. എന്നിട്ടാണ് പറയുന്നത്, കണ്ടില്ലേ എൻ്റെ സൗന്ദര്യം കണ്ടില്ലേ, സീത എന്തിനു കൊള്ളാം. അന്നേരം ശൂർപ്പണഖ വിചാരിക്കുന്നത് രൂപം മാറിയിട്ടിരിക്കുകയാണെന്നാണ്. അന്നേരം ശ്രീരാമ ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട് ആ ലഹരി ബാധിച്ചിരിക്കുകയാണ്. അത് കാരണം വേഷം മാറിയോ ഇല്ലയോ അതൊന്നും എല്ലാം മറന്നുപോയി.
മനസ്സിലായില്ലേ? ദിൽ ഖോയ ഖോയ, അതാണ് ഖോയ ഖോയ ചാന്ത് മതിരിയായിപ്പോയി. അന്നേരം ഒന്ന് കാണാനും ഭംഗിയില്ല, രൂപവും കൊള്ളത്തില്ല. എന്നിട്ട് ഈ സീതയെ കൊണ്ട് എന്താണ് നിന്റെ ഭാര്യയാവാൻ എന്തെങ്കിലും യോഗ്യത അവൾക്കുണ്ടോ? ഞാനാണ് ഏറ്റവും അനുരൂപയായിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കൂ രാമ എന്ന് പറഞ്ഞു. ഇമാം വിരൂപമസതീം കരാലം നിർണതൗദരീം അനേന സഹതേ ഭ്രാത്ര ഭക്ഷയിഷ്യാമി മാനുഷീം. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ഭക്ഷിക്കട്ടെ, അവളുടെ കഥ അങ്ങ് തീർക്കാം അല്ലേ? ഒന്നിനും കൊള്ളാത്ത ഈ ഒരു നാരി അങ്ങ് ഞാൻ തീർത്തേക്കാം. എന്നിട്ട് അങ്ങനെ ഇവളെയും ഭക്ഷിക്കാം, നിന്റെ സഹോദരനെയും ഭക്ഷിക്കാം. അതോടുകൂടി നീ ഫ്രീ ആവുമല്ലോ, പിന്നെ ഇവരോട് ഒരു ബാധ്യതയൊന്നുമില്ല. ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. തഥാ പർവതശൃംഗാണി വനാനി വിധാനി ച പശ്യൻ സഹമായ കാമദീ ദണ്ഡകാൻ വിചരിഷ്യസി യഥാ പശ്യൻ സഹ ഗയാ കാമി ദണ്ഡകാൻ വിചരിഷ്യസി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ദണ്ഡകാരണ്യ വനത്തിലൊക്കെ കറങ്ങി ഇങ്ങനെ നടക്കാം അല്ലേ? നമ്മളെല്ലാവരും മലകളുടെ മുകളിലൊക്കെ പോയിട്ട് ടൈറ്റാനിക് മാതിരിയൊക്കെ പാടി നിൽക്കാം. അതിനുശേഷം ആകാശത്ത് പറന്ന് കിടക്കാം, അതിന് കാട്ടിലൂടെയൊക്കെ പോവാം അല്ലേ? അങ്ങനെ ശൂർപ്പണ ശ്രീരാമഭഗവാനെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് ഏവമുക്ത്വാ കാകുതസ്ഥാ പ്രഹസ്യ മധുരൈഷണാം ഇതം വചനമാരഭേ വക്തും വാക്യം വിശാരദ. ഇതെല്ലാം കേട്ടപ്പോൾ രാമൻ ചിരിച്ചു. എന്നിട്ട് ആ വിശാരദൻ, ബുദ്ധിമാനായിട്ടുള്ള ഭഗവാൻ, ആ ഒരാൾ പറഞ്ഞ ഹണിമൂൺ, ദണ്ഡകാരണ്യത്തിൽ ഹണിമൂൺ ആഘോഷിക്കുക. അങ്ങനെ ആ വിശാരദൻ, സാക്ഷാൽ ഭഗവാൻ, ബുദ്ധിസത്തമൻ, അവളുടെ വാക്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ കാമപ്രാന്തരങ്ങ് ഇരിക്കുകയാണ്. എന്താ പറയേണ്ടത്? ഈ കാമം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ണൊന്നും കാണത്തില്ല, ബുദ്ധിയും വർക്ക് ചെയ്യത്തില്ല. അതേപോലെ അങ്ങനെ ഇരിക്കുകയാണ് ഈ ശൂർപ്പണഖ. തം തു ശൂർപ്പണഖാം രാമ കാമപാശ അവപാശിതാം സ്വച്ഛ്യ ശ്രക്ഷണയാ വച അസ്മിത് പൂർവമതമബ്രവീത്. വളരെ ക്ലിയറായിട്ടുള്ള ശബ്ദത്തിൽ ശ്രീരാമ ഭഗവാൻ അവളോട് പറഞ്ഞു. അവൾ ഏതാണ്ട് കാമബാണത്തിൽ ബോധം കെട്ട് കിടക്കുകയാണ്. കുറച്ച് ചെറുതായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീരാമ ഭഗവാൻ പറയുകയാണ്, കൃതദാരോ അസ്മി ഭവതി ഭാര്യ ഇയം ദഹിതാ മമ ത്വദഭിധാനാം തു നാരിനാം സുദുഃഖ സമ്പന്നത. ഏറ്റവും ആദരണീയരായിട്ടുള്ളവളെ, ഞാൻ വിവാഹം കഴിച്ചു, ഇതെൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അതുകൊണ്ട് നിനക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഭാര്യ ഉള്ളപ്പം വേറൊരു ഭാര്യയുടെ കൂട്ടത്തിൽ ജീവിക്കാൻ അല്ലേ? അതുകൊണ്ട് അനുജത്തു ഏഷതാ ഭ്രാത, എൻ്റെ ബ്രദർ വളരെ ഫ്രീ ആണ്, ശീലവാൻ, പ്രിയ ദർശന, നല്ല സത്സ്വഭാവിയാണ്, അതുകൂടെ നല്ല കാണാൻ നല്ല സുന്ദരനുമാണ്. ശ്രീവാൻ അകൃതധാര ച ലക്ഷ്മണോ നാമ വീര്യവാൻ, മഹാശക്തനും വീരശൂര പരാക്രമിയാണ്. ഇതെൻ്റെ ലക്ഷ്മണുണ്ട്, നല്ല സത്സ്വഭാവിയാണ്, നല്ല ഹാൻസമാണ്, അതുകൂടാതെ എന്ത് പറഞ്ഞാലും നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ആളാണ്. അവൻ്റെ കൂട്ടത്തിൽ ഭാര്യയില്ല അല്ലേ? അപൂർവി ഭാര്യയാചാർത്ഥി തരുണ പ്രിയദർശന അനുരൂപചതേ ഭർത്ത രൂപസ്യ അസ്യ ഭവിഷ്യതി. അവൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഭാര്യയില്ല, അവനാണെങ്കിൽ ഒരു ഭാര്യ വേണം കൂട്ടത്തിൽ, വളരെ യങ്ങാണ്, അതുകൂടാതെ നല്ല സുന്ദരനുമാണ്. അവനാണ് നിനക്ക് പറ്റിയ ഭർത്താവ്. നീ അന്വേഷിക്കുന്ന എല്ലാ ഗുണങ്ങളും അവനിലുണ്ടെന്നത്. ഏനം ഭജ വിശാലാക്ഷി ഭർത്താരം ഭ്രാതൃം മമ അസമ്പന്നവരാരോഹേ മേരും അർക്കപ്രഭാ യഥാ. അതുകൊണ്ട് നീ നേരെ ചെന്ന് അവനെ പ്രപ്പോസ് ചെയ്തോളൂ. നീ നിന്റെ സുന്ദരമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് അവനെ മോഹിപ്പിക്കൂ അല്ലേ? ആ ഒരു സുമേരു പർവ്വത്തെ പോലെ ശക്തനുമാണ് അവൻ അല്ലേ? അതുകൊണ്ട്
സുന്ദരമായിട്ടുള്ള അരയുള്ളവളെ ചുമ്മാ പറയുന്നതാണ്, തള്ളുന്നതാണ്. അതുകൊണ്ട് അവിടെ ആ ലക്ഷ്മണൻ്റെ കൂട്ടത്തിലാണെങ്കിൽ വേറെ ആരും നീ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തമ്മിൽ നല്ല റബ്ബിനെ ബനാദി ജോഡി അല്ലേ, മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്, അതുകൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ ആ രാക്ഷസിയെ ഒരുവിധം പറഞ്ഞ് ഒപ്പിച്ചു. ഇത് രാമേണ സപ്രോക്ത രാക്ഷസി കാമമോഹിത. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ വിസൃജ്യ രാമം സഹസ തതോ ലക്ഷ്മണം അബ്രവീത്. ഇങ്ങനെ വളരെ ക്ലിയറായിട്ട് രാമൻ പറഞ്ഞപ്പോൾ രാക്ഷസി വീണ്ടും കാമാഗ്നിയിൽ ജനിച്ചുകൊണ്ട് രാമനെ ത്യജിച്ചിട്ട് നേരെ ലക്ഷ്മണൻ്റെ അടുത്തോട്ട് പോയി. അസ്യ രൂപസ്യ തേ യുക്ത ഭാര്യ അഹം വരവർണിനി മയാ സഹ സുഖം സർവാൻ ദണ്ഡകാന വിചരിഷ്യസി. ഞാൻ എൻ്റെ സൗന്ദര്യം ലക്ഷ്മണ നീ കണ്ടില്ലേ, എത്ര സുന്ദരിയാണ് ഞാനല്ല ഏറ്റവും അനുരൂപയായിട്ടുള്ള ഭാര്യ. നിന്നെ എനിക്ക് ഒരുപാട് സന്തോഷിപ്പിക്കാൻ പറ്റും. നമുക്ക് ഈ ദണ്ഡകാരണ്യ വനത്തിൽ ആടി നടക്കാം അല്ലേ. അതുകൊണ്ട് ശൂർപ്പണഖ ഉടൻ തന്നെ ലക്ഷ്മണൻ്റെ പുറകെ ഓടാൻ തുടങ്ങി. ഏവ മുക്ത്വാ സൗമിത്രി, നല്ല ആളോടാണ് സൗമിത്രി. ഏവ മുക്ത്വാ സൗമിത്രി രാക്ഷസ്യ വാക്യം കോപിത തഥാ ശൂർപ്പണീം സ്മിത്വാ ലക്ഷ്മണോ യുക്തം അബ്രവീത്. ഇത് കേട്ട ഉടനെ ഇങ്ങനെ ശൂർപ്പണഖ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ചിരിച്ചു. എന്നിട്ട് ശൂർപ്പണഖ എടുത്ത് പറയുകയാണ്, കഥം ദാസസ്യ വേദാസി ഭാര്യ ഭവിതും ഇച്ഛസി സോഹം ആര്യേന പരവാൻ ഭ്രാത്ര കമലവർണിനി. ഒരു ദാസിയായിട്ട് ജീവിക്കാനാണോ നിനക്ക് താല്പര്യം അല്ലേ താമരാക്ഷി? എന്നെ പോലെ ഒരു സേവകന്റെ ഭാര്യയായിട്ട് ഞാൻ വെറും ഒരു ദാസനാണ്, ഒരു എന്താ പറയുക അടിമയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ. അതുകൊണ്ട് നിനക്കൊരു ദാസിയായിട്ട് ജീവിക്കേണ്ടി വരും. സമൃദ്ധർത്ഥസ്യ സിദ്ധാർത്ഥ മുദിത അമലവർണിനി ആര്യസ്യ തം വിശാലാക്ഷി ഭാര്യ ഭവ യവീയസി. ഇത്രയും സുന്ദരമായിട്ടുള്ള കണ്ണുകളുള്ളവളെ ഉണ്ടക്കണ്ണാണ്, ഒരു ഉപയോഗമില്ലാത്തതാണ്, പക്ഷെ എന്നിട്ടും പറയുന്നു. അതുകൊണ്ട് നിൻ്റെ ആ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും തോന്നുന്നത് രാമനാണ് നിനക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭർത്താവ്. അതുകൊണ്ട് നീ രണ്ടാം ഭാര്യയായിട്ട് ജീവിക്കൂ രാമൻ്റെ. അത് വെച്ചും നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് നീ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ എന്ന് പറഞ്ഞു. ഏനം വിരൂപാവസതീം കരാലം നിർണമുദരീം ഭാര്യാം വൃദ്ധാം പരിത്യജ്യ ത്വാം ഏവ ഏഷ ഭജിഷ്യതി. അങ്ങനെ ആ മൂത്ത ഭാര്യയെ നീ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സൗന്ദര്യം ഇല്ലാത്ത ആ സീതയെ വിട്ടിട്ട് നിന്നെ പോലെ ഇത്രയും സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ ഉള്ളപ്പോൾ പിന്നെ തീർച്ചയായിട്ടും രാമൻ നിന്നെ തന്നെ ആകർഷണമായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞു. കോഹി രൂപം ഇതം ശ്രേഷ്ഠം സന്തജ്യ പരവർണി മാനുഷേഷു പരാരോഹേ കുര്യാത് ഭാവം വിചക്ഷണ. ഇത്രയും സൗന്ദര്യമുള്ളവളെ, നിൻ്റെ അരയ്ക്ക് എത്ര ഭംഗിയായിട്ടിരിക്കുന്നു അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിന്നെപ്പോലെ ഒരു സുന്ദരിയായിട്ട് ആരും ഇല്ല. അതുകൊണ്ട് ആരാണ് നിന്നെപ്പോലെ ഇത്രയും നിന്നോട് മാച്ച് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുവിധം ലക്ഷ്മണൻ ഒപ്പിച്ചു. ലക്ഷ്മണൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ പറ്റിക്കുകയല്ലേ രണ്ടുപേരും, നേരെ പറഞ്ഞാൽ പോരെ വേണ്ടെന്ന്. കാരണം ഇവൾ രാക്ഷസിയാണ്. അതുകൊണ്ട് ചില സമയത്ത് ചില ആൾക്കാരോട് നമ്മൾ ഡയറക്റ്റ്ലി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം ചില സമയത്തെ ഈ പൊതുവെ നാരീജനങ്ങളിൽ നല്ല ലേഡീസും ഉണ്ട്, വളരെ മോശപ്പെട്ട ആൾക്കാരുണ്ട്. ആണുങ്ങളിലും ഉണ്ട്, ആണുങ്ങളിലും ദുഷ്ടന്മാരും നല്ല ആൾക്കാരുണ്ട്. പക്ഷേ തെറ്റായിട്ടുള്ള വഴിയിൽ സഞ്ചരിക്കുന്ന നാരീജനങ്ങളെ നമുക്ക് നല്ല ഉപദേശങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. കാരണം അവർ നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും അവർ തെറ്റായിട്ട് എടുക്കുന്നുള്ളതാണ്. കാരണം ഈ ശൂർപ്പണഖ കാരണമാണ് സത്യം പറഞ്ഞ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭഗവത്ഗീതയിലും അർജുൻ പറയുന്നതാണ്,
ഈ ക്ഷത്രിയർ നശിച്ചു കഴിഞ്ഞാൽ പൊതുവെ നാരീജനങ്ങളുടെ കുലസ്ത്രീകൾ ദൂഷിതയാകും എന്ന് പറയും. അന്നേരം ഒരു നാരീജനത്തിൻ്റെ സ്വഭാവശുദ്ധിയാണ് ഒരു കുടുംബത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ട് സ്ത്രീജനങ്ങൾ തെറ്റായിട്ടുള്ള വഴിയിൽ പോയില്ല എങ്കിൽ ആ കുടുംബം ഭദ്രമായിട്ടിരിക്കും. ആ വീട്ടിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീജനങ്ങളാണ്. അതുകൊണ്ട് സത്സ്വഭാവിയായിട്ടുള്ള സ്ത്രീജനങ്ങൾ ഉള്ളിടത്ത് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ദുസ്വഭാവിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ആ കുടുംബം മുഴുവൻ നശിക്കും. കുടുംബത്തിൻ്റെ ഭദ്രത നശിക്കും. എല്ലാം അവിടെ നശിക്കുന്നുള്ളൂ. എല്ലാം വഴിതെറ്റി പോകുന്നുള്ളൂ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വഴിതെറ്റി പോകും. അന്നേരം ഇതിന് തീർച്ചയായിട്ടും കൂടുതലും ആണുങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. കാരണം അവരെല്ലാവരും നാരീജനങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം അവരെയൊക്കെ ഉപയോഗിക്കാൻ നോക്കുകയാണ്. മനസ്സിലായില്ലേ? അന്നേരം നാരീജനങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നതിന് പകരം ഭോഗവസ്തുവായിട്ട് കാണുന്നതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ വഴിതെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലെന്നുള്ളതാണ്. എന്നിട്ടിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രാവണൻ്റെ ഭാര്യയായിട്ടുള്ള മണ്ഡോദരി രാക്ഷസ ഭാര്യയാണ്. പക്ഷേ എന്നിട്ടും അടങ്ങി ഒതുങ്ങി ജീവിക്കുകയാണ്. പതിവ്രത രത്നമാണ്. അന്നേരം നാരീജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നദിയെ പോലെയാണ്. അവർ ആ ഒരു നദിയുടെ സീമ തെറ്റിക്കാതെ ഇങ്ങനെ ആ ഒരു കരകവിഞ്ഞ് ഒഴുകാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ എല്ലായിടത്തും എല്ലാ ഭംഗിയും എല്ലാം കറക്റ്റായിട്ട് നടക്കും. കൃഷിസ്ഥലത്തും എല്ലാ വേണ്ടുന്ന രീതിയിലുള്ള ജലവും എല്ലാം ലഭിക്കും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം തെറ്റും. എല്ലാ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ സീതാദേവിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു സ്കെയിൽ മാതിരി ഹസ്ബൻഡ് അല്ലാതെ വേറൊരു ചിന്തയില്ലാതെ ഇരിക്കുകയാണ്. സീതാദേവി ഒരേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ചെയ്തുള്ളൂ. ആ മാനിനോട് ആകർഷണം തോന്നി. എന്നിട്ട് ലക്ഷ്മണസ്വാമി പറഞ്ഞു, ദേവി ഈ ഒരു വര വിട്ടു പോകരുത് എന്ന് പറഞ്ഞിരുന്നു. അത് ദേവി കേട്ടില്ല. ആ ഒരു ചെറിയ തെറ്റിന് എന്ത് വലിയ പ്രശ്നമാണ് ഉണ്ടായെന്ന് നോക്കണം. അതുകൊണ്ട് സ്ത്രീജനങ്ങൾ ഗത എവിടെയാണ്? കണ്ടോ? കൊള്ളാം അല്ലേ? ഞാൻ വിചാരിച്ചു കൂടുതൽ കാണിച്ച് ഷോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഗത ഒളിപ്പിച്ച് വെച്ചിരുന്നത്. കൊള്ളാം അല്ലെങ്കിൽ എനിക്ക് പറയാൻ ഹനുമാൻ സ്വാമി കൂട്ടത്തിലുള്ള പോലെ തോന്നും. അന്നേരം സ്ത്രീജനങ്ങളെ ബഹുമാനിക്കണം, അവരെ റെസ്പെക്റ്റ് ചെയ്യണം, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവരൊരിക്കലും വഴിതെറ്റി പോകാൻ പാടില്ല. കാരണം അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കരാണ്. പൊതുവെ ആണുങ്ങൾ അവരെ പലപ്പോഴും പല രീതിയിലും വഴിതെറ്റിക്കാനും ചതിക്കാനും നോക്കും. അതെപ്പോഴും പ്രശ്നത്തിലേ എത്തിക്കും എന്നുള്ളതാണ്. അന്നേരം ഇവിടെ ശ്രീരാമചന്ദ്രമൂർത്തി അവിടെ ഇരിക്കുമ്പോൾ ശൂർപ്പണഖ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഭഗവാൻ എന്താണ് പറയേണ്ടത് അല്ലേ? ഇത്രയ്ക്ക് ദുർബുദ്ധിയായിപ്പോയി. ഒരു ആണുങ്ങളോട് പൊതുവെ പെണ്ണുങ്ങൾ ഒരിക്കലും ചെന്ന് അങ്ങനെ സംസാരിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അന്നേരം അങ്ങനെ ഉള്ള ഒരു എന്തു പറയുന്നത് ഭാര്യാസഹിതമായിട്ട് ഇരിക്കുകയാണ് ശ്രീരാമചന്ദ്രമൂർത്തി. എന്നിട്ട് ശ്രീരാമചന്ദ്രമൂർത്തി അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മണസ്വാമിയുടെ അടുത്ത് വിട്ടത്. ഭഗവാൻ വിചാരിച്ച് ലക്ഷ്മണൻ എന്തെങ്കിലും റിലേഷൻ വെക്കണമെങ്കിലും വെച്ചോട്ടെ, കുഴപ്പമില്ല, ശല്യം ഒന്ന് തീർന്നു കിട്ടുമെന്ന് ലക്ഷ്മണസ്വാമി വിടുവോ? ലക്ഷ്മണസ്വാമി തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് അയച്ചു. അത് രണ്ടുപേരും കളിയാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, എങ്ങനെയെങ്കിലും രണ്ടുപേരെ ഒന്ന് ഒതുക്കി വിടാം എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടത്. പക്ഷേ അത് കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തിച്ചു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. അന്നേരം ലക്ഷ്മണസ്വാമി അത് പറഞ്ഞപ്പോഴത്തേക്ക് ഉടൻ തന്നെ ശൂർപ്പണഖ വിചാരിച്ചു സത്യമാണ്, ശരിയാണ്, ഒരു ദാസിയായിട്ട് എനിക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീണ്ടും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അടുത്ത് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. സരാമം പർണശാലായം ഉപവിഷ്ടം പരന്തവ സീതയാ സഹ ദുർദർശം അബ്രവീത് കാമമോഹിത
വീണ്ടും കാമത്തിൽ മോഹിതയായിട്ട് അവൾ പറയുകയാണ്. സീതാദേവിയായിട്ട് ഇരിക്കുകയായിരുന്നു ഇപ്രാവശ്യം പർണശാലയിൽ. ഇമാം വിരൂപാവസതീം കരാലം നിർണതോ ധരീം വൃദ്ധാം ഭാര്യാം അവഷ്ടഭ്യ നമാം ത്വം ബഹു മന്യസേ. ഇവളുള്ളത് കൊണ്ടല്ലേ, ഈ ദുസ്വഭാവിയും ഈ വിരൂപിയായിട്ടുള്ളവൾ ഉണ്ടതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പ്രശ്നം തീർക്കാം, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ്. അദ്ധിമാം ഭക്ഷ്യഷ്യാമി പശ്യതാ തവ മാനുഷീം ത്വയാ സഹചരിഷ്യാമി നീ സമ്പന്ന യഥാസുഖം. ഇനി ഞാൻ ഇവളെ ഭക്ഷിക്കാൻ പോവുകയാണ് നിന്റെ മുമ്പിൽ വെച്ച് തന്നെ. എന്നിട്ട് അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് രണ്ടുപേരും സന്തോഷമായിട്ട് ഇവിടെ ഹണിമൂണൊക്കെ ആഘോഷിച്ചിരിക്കാം. പിന്നെ നിനക്ക് നിൻ്റെ മറ്റേ ഭാര്യയെക്കുറിച്ച് ചിന്തയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശൂർപ്പണഖ നേരെ രാമനോട് സംസാരിച്ചിട്ട് സീതാദേവിയുടെ അടുത്തേക്ക് പോവുകയാണ്. ഇതി ഉക്ത്വാ മൃഗശാവാക്ഷീം അലാത സദൃശീശന അഭ്യധാവാത് സംസംക്രുദ്ധ മഹാഉൽക്കരോഹിണീം ഇവ. ഇങ്ങനെ പറഞ്ഞിട്ട് ആ ക്രൂരമായിട്ടുള്ള കണ്ണുകളുള്ള ശൂർപ്പണഖ ആ പാവം സീതാദേവിയുടെ അടുത്തേക്ക് ഓടുകയാണ്. താം മൃത്യുപാശപ്രതിമാം ആപത്തതീം മഹാബല വിഗ്രഹ രാമകുപിത തതോ ലക്ഷ്മണം അബ്രവീത്. ലക്ഷ്മണ അന്നേരം ആ ഒരു മഹാശക്തനായിട്ടുള്ള രാമൻ പെട്ടെന്ന് തന്നെ സീതാദേവിയെ സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ ഇടയ്ക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ലക്ഷ്മണ എന്ന് ഒറ്റ വിളിയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ക്രൂരേ നാര്യ സൗമിത്രേ പരിഹാസ കഥം ജന ന കാര്യ പശ്യ വൈദേഹിം കഥഞ്ചിത് സൗമ്യ ജീവിതം. ഇനി എന്താണ് ഇവൾ ദുരാചാരിയാണെന്ന് മനസ്സിലായി. ഇനി കളിച്ചിരിയൊന്നും വേണ്ട സൗമിത്രി. വൈദേഹി ഭാഗ്യം കൊണ്ടിപ്പം ജീവിച്ചിരിക്കുകയാണ്. ഇമം വിരൂപാമസതീം അതിമത്താം മഹോദരീം രാക്ഷസീം പുരുഷവ്യാഘ്ര വിരൂപീതം അർഹസി. ഇവക്ക് വട്ടാണ്, ഒരുപാട് ദുഷ്ടയാണ്. അതുകൊണ്ട് സൗമിത്രി ഇവളെ വിരൂപിയാക്കൂ എന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസം. ഇതി ഉക്തോ ലക്ഷ്മണ തസ്യ ക്രുദ്ധോ രാമസ്യ പശ്യത ഉദ്ധൃത്യ ഖഡ്ഗം വിച്ഛേദം കർണനാസം മഹാബല. കേൾക്കേണ്ട താമസം ലക്ഷ്മണസ്വാമി വാളെടുത്ത് അവളുടെ ചെവിയും മൂക്കും ഭഗവാന്റെ കൺമുമ്പിൽ വെച്ച് ഛേദിച്ചു എന്നുള്ളതാണ്. നികൃത കർണനാസത്തു വിസ്വരം സാവിനദ്ധ്യ ച യഥാഗതം പ്രദ്രാവ ഘോരശൂർപ്പണഗവനം. ഇങ്ങനെ ചെവിയും മൂക്കും കൂടെ പോയപ്പോഴത്തേക്ക് ഒറ്റ വിളിച്ചു പോലെ ആ കാട് മുഴുവൻ ഇളകി എന്നുള്ളതാണ് ആ ശബ്ദത്തിൽ. എന്നിട്ട് ഓടി രക്ഷപ്പെട്ടു. സവിരൂപ മഹാഘോര രാക്ഷസി ശോണിത ഉഷിത നനാദ വിവിധ്വാനാദാൻ യഥാ പ്രാവൃഷതോയത. അങ്ങനെ രക്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവരാണെങ്കിൽ കളി ചിരി തമാശ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലക്ഷ്മണ വെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാര്യം പടപ്പെടായിരുന്നു. അടുത്ത് സാവിക്ഷരം ദി രധിരം ബഹുധാ ഘോരദർശന പ്രഗ്രഹ്യ ബാഹുഗർജന്തി പ്രവിവേശ് മഹാവനം. എന്തോ ഒരു ഇടി വെട്ടുന്ന മാതിരി അവളിങ്ങനെ കാട്ടിലൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. രക്തം ഇങ്ങനെ ഈ എന്താ പറയുന്നത് വെള്ളച്ചാട്ടം മാതിരി വന്നുകൊണ്ടിരിക്കും. തഥാ തു സാ രാക്ഷസ സംഘം സംവൃദ്ധം ഖരം ജനം സ്ഥാനം ഗതം വിരൂപിത ഉപേത്യ തം ഭ്രാത്രാം ഉഗ്രതേജസാം ബബാധ ഭൂമോ ഗഗനാത് യഥാ ശനി. ഉടനെ തന്നെ സഹോദരനായിട്ടുള്ള ഖരൻ്റെ അടുത്തെത്തി. എന്നിട്ട് ജനസ്ഥാനത്ത് ബാക്കിയുള്ള കൂട്ടത്തിലുള്ള ടീമും ഉണ്ട്, ഗുണ്ടാ ടീമും എല്ലാവരും ഉണ്ട്. എന്നിട്ട് അവിടെ വെച്ചിട്ട് ശൂർപ്പണഖ അവരുടെ മുമ്പിൽ ഇവിടെ നിന്ന് ഓടുമ്പോഴൊന്നും ബോധം കെട്ടില്ല. അവരുടെ മുമ്പിൽ ഡപ്പെന്ന് പറഞ്ഞ് ഒറ്റ ഇടി വെട്ടുന്ന മാതിരി ഡമ്മെന്ന് പറഞ്ഞിട്ട് ദാ വീട് കിടക്കുന്നു.
അവരുടെ മുമ്പിൽ കുറച്ച് ആക്ടിംഗ് ഒക്കെ കാണിക്കുകയാണ്. തഥാ തഥാ സഭാര്യാം ഭയമോഹമൂർച്ഛിത സലക്ഷ്മണാൻ രാഘവമാഗതം വനം വിരൂപണം ചാത്മനി ശോണിതൗഷിത ശശംസ സർവം ഭഗിനി കരസ്യ സ. ഖരൻ്റെ സഹോദരി ആ ഭയത്താലും ശരീരം മുഴുവൻ രക്തത്താൽ നനഞ്ഞിരിക്കുന്ന ഖരനോട് പറഞ്ഞു, രാമൻ എത്തി, കൂടുതൽ ഭാര്യയും ലക്ഷ്മണനും ഉണ്ട്, എന്നിട്ട് ഇങ്ങനെയൊക്കെ എന്നോട് അവർ ചെയ്തു എന്ന് പറഞ്ഞു. താം തഥാ പതിതാം ദൃഷ്ട്വാ വിരൂപം ശോണിതൗഷിതാം ഭഗിനീം ക്രോധസന്തപ്ത ഖര പ്രപ്രച്ഛ രാക്ഷസ. ഇങ്ങനെ വിരൂപയായിട്ട് വീണ് കിടക്കുന്നിട്ട് ആ ഒരു രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് ഖരൻ വളരെയധികം ക്രുദ്ധനായി, ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ചോദിച്ചു, ഉത്തിഷ്ഠതാവത് ആഖ്യാഹി പ്രമോഹം ജഹി സംഭ്രമം വ്യക്തമാഖ്യാഹി കേനത്വം ഏവം രൂപ വിരൂപിത. എഴുന്നേക്കൂ, ആദ്യം വളരെ വ്യക്തമായിട്ട് പറയൂ, ആരാണ് നിന്നെ ഈ ഒരു ഗതി ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുക. കാ കൃഷ്ണ സർപ്പം അസിനം ശിവിഷമം നാഗസമം തുദ്ധതി അഭിസമാപന്നം അങ്കുലി അഗ്രേന ലീലയ. ആരാണ് കളിച്ച് കളിച്ച് സർപ്പത്തിൻ്റെ ആ ഒരു മാളത്തിൽ തന്നെ ഇങ്ങനെ കുത്തി കുത്തി നോക്കുന്നത് അല്ലേ? അവനറിയത്തില്ല ഇത് ആരോടാ അവൻ കളിക്കുന്നതെന്ന്. കാലപാശം സമാസജ്യ കണ്ടേ മോഹിതത ന ജാനത്തെ യത്വാമദ്യ സമാസാധ്യ പീതവാൻ വിഷമുത്തമം. അവനെല്ലാം അവൻ്റെ സമയം അടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ബലവിക്രമസമ്പന്ന കാമക കാമരൂപിണി ഇമം അവസ്ഥനീതത്വം കേന അന്തക സമാഗത. ഇനി അവൻ്റെ അന്ത്യം ഉറപ്പാണ്. ദേവഗന്ധർവഭൂതാനാം ഋഷിനാം ച മഹാത്മന കോ അയം ഏവ മഹാവീര ത്വം വിരൂപം ചക്രഹ. ദേവനാണോ, ഗന്ധർവനാണോ, ഭൂതഗണങ്ങളാണോ, അതോ ഋഷിമാരാണോ, ആരാണെന്ന് പറ, നീ ഒന്ന് പറ. നഹി പശ്യാമ്യഹം ലോകേ കുര്യാത് മമ വിപ്രിയം അമരേഷു സഹസ്രാക്ഷം മഹാഇന്ദ്രം പ്രകാശന. ഈ ലോകത്തിൽ ആർക്കും എന്നെ വിഷമിപ്പിക്കാൻ, എന്നെ അപ്രീതനാക്കാൻ പറ്റത്തില്ല. ഇന്ദ്രന് പോലും എന്നെ ഭയമാണ്. അദ്യഹം മാർഗനേ പ്രാണേൻ അധാസ്യ ജീവതാന്തരംഗേ സലിലേ ക്ഷീരമാസക്തം നിശവനയേവ സാരസ. അവരുടെ ജീവൻ എൻ്റെ അസ്ത്രങ്ങൾ കൊണ്ടെടുക്കും. എങ്ങനെയാണോ അരയന്നം പാല് കുടിക്കുന്നത് അതേപോലെ നിഹതസ്യ മയാ സംഖ്യേ ശരസംകൃത മർമ്മണേ സഫേനം രുതിരം കസ്യ മേദിനി പാതുമിച്ഛസി. അങ്ങനെ കുറേ ഡയലോഗ് അടിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, മറ്റേതും മറിച്ച് ചെല്ലാൻ പറഞ്ഞു. ചെന്ന് നോക്കണം അല്ലേ, അങ്ങോട്ട് ചെന്നാലും മതി അല്ലേ, ഭഗവാൻ അവിടെ കാത്തിരിക്കുകയാണോ, വാ 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 എന്ന് പറഞ്ഞിട്ട്. ഇവർ പറയുന്നത് ഇങ്ങോട്ട് ഞാൻ ഇവനെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുക. കസ്യ പത്രരഥാകായാത് മാംസം ഉത്കൃത സംഗത പരഷ്ടാഭക്ഷേഷ്യാന്തി നിഹതസ്യ മയാരണേ. അവനെ നല്ല വെട്ടി നുറുക്കി അവൻ്റെ മാംസം ഭക്ഷിക്കാം എന്ന് യുദ്ധം കഴിഞ്ഞതിന് ശേഷം എന്ന് പറയാം. തംന ദേവന ഗന്ധർവന പിശാച രാക്ഷസ മയ അവകൃഷ്ടം കൃപണം ശക്ത ധാതും മിഹമാഹവേ. ആർക്കും അവനെ രക്ഷിക്കാനും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉപലഭ്യശനേ സജ്ഞാം തം ഇമം ശംസിതമർഹസി യേനത്വം ദുർവിനിതേന വിന വിക്രസ്യ നിർജിത. നീ മെല്ലെ മെല്ലെ പറയൂ, എന്താണ് സംഭവിച്ചത്, ആരാണ് നിന്നെ ഈ ഒരു ഗതി വരുത്തിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപലഭ്യശനൈ സംജ്ഞാം തന്റെ ശാന്തസുമർഹസി ഇതി ഭ്രാതുർവച ശ്രുത്വാ കൃതസ്യ ച വിശേഷത തഥാ ശൂർപ്പണവാക്യം സഭാഷ്പം ഇതമബ്രവീത്. ഇതെല്ലാം കേട്ടപ്പോൾ വളരെ ക്രുദ്ധയായിട്ട് ശൂർപ്പണക കരച്ചിലോടുകൂടി വിഷമത്തോടുകൂടി പറയുകയാണ്. താരുണോ രൂപം സമ്പന്നോ സുകുമാരോ മഹാബലോ. നല്ല ഹാൻസമാണ് ആള്. പുണ്ടരീക വിശാലാക്ഷ ചീരകൃഷ്ണ ജിനബരോ. പാവത്തിന് പെരുത്ത് ഇഷ്ടമായിരുന്നു. നല്ല സുന്ദരനാണ്, കാണാൻ സുന്ദരനും നല്ല കണ്ണുകളുള്ള ആളാണ്.
ഫലമൂലാശീനോ ദാന്തോ താപസ ബ്രഹ്മചാരിണോ, ബ്രഹ്മചാരിയാണ്, അതുകൂടാതെ ഫലമൂലാദികളുമാണ് കഴിക്കുന്നത്. പുത്രോ ദശരഥസ്യാസ്ഥാം ഭ്രാതരോ രാമലക്ഷ്മണ. ഫലമൂലാദികളാണ് കഴിക്കുന്നത്, ബ്രഹ്മചാരിയുമാണ്, കാണാൻ നല്ല സുന്ദരനുമാണ് എന്നൊക്കെ. അന്നേരം ഈ പാവം ശൂർപ്പണഖയാണ്. ഇതുവേ ഹിന്ദിയിലൊരു പാട്ടുണ്ട്, പ്യാര് കിയാത്തോ ഡർനാ ക്യാ സി. അതിലെനിക്കതാ ഓർമ്മ. അന്നേരം ഇത്രയൊക്കെ ഇതായിട്ടും ശൂർപ്പണഖയുടെ ഉള്ളിൽ ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ഉള്ള ഒരു പ്രേമം പോയിട്ടില്ല. നോക്കണേ, ഈ ഇത്രയൊക്കെ ഇത് ചെയ്തിട്ടും ശൂർപ്പണഖ പറയുന്നത് എന്താണ്? കാണാൻ നല്ല സുന്ദരനാണ്, വിശാലാക്ഷനാണ് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ ഗുണങ്ങളൊക്കെ പറയുകയാണ്. അന്നേരം ഏത് രീതിയിൽ ഭഗവാനെ അപ്രോച്ച് ചെയ്താലും ഉള്ളിൽ വളരെ ദുഷ്ടചിന്തകളാണെങ്കിലും കാമമാണെങ്കിലും അതും ഭഗവത് ഭക്തിയിൽ ഉയർത്തും എന്നുള്ളതാണ്. ഇതേ ശൂർപ്പണഖയാണ് ഭഗവാന്റെ കൃഷ്ണലീലയിൽ ആ ഒരു കുബ്ജയായിട്ട് അവതരിക്കുന്നത്. കുബ്ജയായിട്ട് വന്നതിന് ശേഷം കഴിഞ്ഞ ജന്മത്തിലെ നോട്ടം ഇട്ടതാണ് ഭഗവാനെ. അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ല. അങ്ങനെ കുബ്ജയായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കംസനുള്ള ആ ഒരു സുഗന്ധദ്രവ്യങ്ങളും അതെല്ലാം കൊണ്ടിങ്ങനെ പോവുകയാണ്. അങ്ങനെ കൂനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ നോക്കിയപ്പോഴത്തേക്ക്, സുന്ദരി എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അന്നേരം ആദ്യമായിട്ടാണ് പാവത്തെ ആരെങ്കിലും സുന്ദരി എന്ന് പറയുന്നത്. അന്നേരത്തേക്ക്, എനിക്ക് തരുമോ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ? ഇതാർക്ക് വേണ്ടിയുള്ള? ഇത് കംസന് വേണ്ടിയുള്ളതാണ്, പക്ഷേ അങ്ങ് ചോദിച്ചാൽ ഞാൻ അങ്ങേക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പാവം ആ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഭഗവാന് വേണ്ടി കൊടുക്കുകയാണ്, ബലരാമൻ കൊടുക്കുകയാണ്. കാരണം രണ്ടുപേരെ നോട്ടം ഇട്ടിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അന്നേരം അവർക്കതെല്ലാം കൊടുത്തു. അത് കൊടുത്ത ഉടനെ ഭഗവാൻ വലിയ സന്തോഷമായി. എന്നിട്ട് നിസ്സഹായ അവസ്ഥയിൽ വിഷമത്തോടു കൂടി കുബ്ജ ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം ഭഗവാൻ ഉടൻ തന്നെ ആ കുബ്ജയുടെ താടിയിൽ പിടിക്കുകയാണ്. താടിയിൽ പിടിച്ചിട്ട് ഒരു കാല് കുബ്ജയുടെ കാലിന്മേൽ ചവിട്ടുകയാണ്. എന്നിട്ട് പിടിച്ച് ഒറ്റ ഉയർത്ത് ഉടനെ തന്നെ കൂനൊക്കെ ഇങ്ങ് മാറി എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാന്റെ സ്പർശനം കിട്ടിയതോടുകൂടി ഏറ്റവും സുന്ദരിയാന്നുള്ളത്. ഈ ശൂർപ്പണഖയുടെ ആ രൂപമല്ല, ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു ഗോപികയെ പോലെ സുന്ദരിയായി ആ കുബ്ജ ഭഗവാന്റെ സ്പർശനം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഭഗവാൻ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭഗവാന്റെ ഉത്തരീയം കടിച്ച് പിടിച്ചു. ഈ ഷാളില്ലേ, ഇത് അതിൻ്റെ ഈ ഉത്തരീയം. എങ്ങോട്ട് പോകുന്നു? കഴിഞ്ഞ ജന്മം പോലെ ഞാൻ നോട്ടം ഇട്ടതാണ്. കഴിഞ്ഞ ജന്മത്തിൽ പല അടവുകളും പറഞ്ഞ് എന്നിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലേ, ഏകപത്നി വ്രതം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഗോപികമാരൊക്കെ ഉണ്ടെന്നറിയാം അല്ലേ. ഇനിയും കുറേ ആൾക്കാരെ ഇനി കെട്ടാൻ പോകാമെന്നറിയാം. ഇനി എപ്പോഴാണ് നമ്മൾ തമ്മിൽ കാണുന്നത്? അതുകൊണ്ട് ഇനി എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അന്നേരം ഭഗവാൻ പറഞ്ഞു, കംസനെ വധിച്ചതിന് ശേഷം ഞാൻ ഉടൻ തന്നെ നിൻ്റെ അടുത്ത് എത്താം എന്ന് പറഞ്ഞു. അങ്ങനെ അത് പറയുന്നു. ഭഗവാന്റെ ഉത്തരീയം ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക്, മേൽവസ്ത്രം ഭഗവാനെ പിടിച്ചപ്പോഴത്തേക്ക് ഭഗവാൻ നാണിച്ചു പോയി. ഭഗവാന് പെട്ടെന്ന് നാണം തോന്നി. കാരണം സാക്ഷാൽ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമ ഭഗവാനും അടുത്തിരിക്കുകയായിരുന്നു. അന്നേരം ബലരാമസ്വാമി കാണാത്ത മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തോന്നി. അന്നേരം ഭഗവാനും പെട്ടെന്ന് നാണിച്ചു, ജ്യേഷ്ഠ അടുത്തിരിക്കുമല്ലേ. അന്നേരത്തേക്ക് ഉടനെ ഭഗവാൻ പറഞ്ഞു, ഞാൻ കംസനെ വധിച്ചിട്ട് ഉടൻ തന്നെ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ കംസനെ വധിച്ച ശേഷം ഭഗവാൻ നേരെ പോകുന്നത് കുബ്ജയുടെ അടുത്താണ്. കുബ്ജ അന്നേരത്തേക്ക് എല്ലാ രീതിയിലും തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് ആദ്യ രാത്രിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ റെഡിയാക്കി വയ്ക്കും. എല്ലാ തോഴിമാരെയൊക്കെ അറേഞ്ച് ചെയ്തു, സുന്ദരമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി, അങ്ങനെ എല്ലാം റെഡിയാക്കി ഇരിക്കുകയാണ്. ഭഗവാൻ വന്നു. ഭഗവാന് ആ ഒരു താമ്പൂലൊക്കെ കൊടുത്തു. സുന്ദരനായിട്ട് കാമദേവനെ പോലെ ഭഗവാൻ വരികയാണ്. കന്ദർപ്പകോടി കമനീയ ശേഷശോഭാം. സുന്ദരനായിട്ട് ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തുകയാണ്. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ ആ കുബ്ജയെ ഒന്ന് ആലിംഗനം ചെയ്തു. അത്രയേ ഉള്ളൂ. ആ ഒറ്റ ആലിംഗനത്തിൽ ആ കുബ്ജയുടെ കാമം എല്ലാം തീർന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ.
എത്രയോ ജന്മങ്ങളായിട്ട് ദഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കാമത്തിൻ്റെ അഗ്നി, ആ ഒരു ശ്രീരാമചന്ദ്രമൂർത്തിയെ കണ്ടപ്പോൾ കത്താൻ തുടങ്ങിയ ആ ഒരു അഗ്നി ഭഗവാൻ കൃഷ്ണൻ ഒന്ന് ആലിംഗനം ചെയ്തൊടിച്ച് തീർന്നു. വേറൊന്നും വേണ്ട. അങ്ങനെ ഭഗവാൻ മദൻ ഗോപാൽ ഒന്ന് ആലിംഗനം ചെയ്തതോടുകൂടി ആ കുബ്ജയുടെ ആ ഉള്ളിലുള്ള കാമമൊക്കെ തീർന്നു. ഉടൻ തന്നെ ഒരു കുട്ടിയും കൊടുത്തു. അതോടുകൂടി കുബ്ജയ്ക്കും തൃപ്തിയായി. ഒന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം ശ്രീരാമചന്ദ്രമൂർത്തി പൂർത്തീകരിക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങൾ വരെ ഭഗവാൻ കൃഷ്ണന് നിറവേറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഭഗവാന്റെ കാരുണ്യം. അന്നേരം അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം, ഖരൻ ചോദിച്ച എന്താണ്, ആരാണ് നിനക്ക് ഈ ദുർദശ വരുത്തിയത് എന്നല്ലേ ചോദിച്ചാൽ, അത് രാമനാണെന്ന് പറഞ്ഞാൽ പോരെ? അല്ല. അന്നേരം ഉള്ളിൽ ഇപ്പോഴും ആ പ്രേമമുണ്ട്. പ്രേമമല്ല, കാമമാണ്. പക്ഷെ എന്തായാലും ഉടനെ തുടങ്ങി താരുണോ രൂപം സമ്പന്നോ സുകുമാരോ മഹാബല. ഭഗവാന്റെ രൂപത്തെ വർണ്ണിക്കുകയാണ്. സുന്ദരനാണ്, നല്ല കുമാരനാണ്, ഫലമൂലാദികളാണ് കഴിക്കുന്നത് പാവ. അതും താപസ്യ സ്വഭാവമാണ്, ബ്രഹ്മചര്യാണ്, ദശരഥ പുത്രനുമാണ്, കൂട്ടത്തിൽ സഹോദരനായിട്ട് ലക്ഷ്മണനുമുണ്ട്. അന്നേരം പെട്ടെന്ന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലിരിപ്പോൾ അതേപോലെ വരും അല്ലേ? അന്നേരം നമുക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആദ്യം ആ ഒരു ദേഷ്യമുള്ള വ്യക്തിയെക്കുറിച്ചല്ലേ പറയേണ്ടത്? ഡയറക്റ്റ്ലി അവരെക്കുറിച്ച്. ഇത്രയും നമ്മൾ ആരെങ്കിലും ശത്രുവായിട്ട് കാണുവാണെങ്കിൽ അവരുടെ ഗുണങ്ങൾ ഒരിക്കലും നമ്മൾ പറയത്തില്ല. അന്നേരം കമൻസ് കേട്ടിട്ട് ചിരിയാണ്. അന്നേരം ഭഗവാനോടുള്ള ഒരു പ്രേമം, ആ ശൂർപ്പണഖയ്ക്ക് ഭഗവാനോട് തോന്നിയ ഒരു പ്രേമം, അത് പൂർത്തീകരിച്ചത് ഭഗവാന്റെ കൃഷ്ണന്റെ ലീലയിലാണ്. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. തരുണോ രൂപസമ്പന്നോ മഹാബലോ പുണ്ഡരീക വിശാലാക്ഷോ ക്ഷീരകൃഷ്ണജീനംബരോ ഫലമൂല ആശീനോ. അത് നമ്മൾ വായിച്ചു. ഗന്ധർവരാജപ്രതിമം. ഗന്ധർവൻ രാജനെ പോലെ തോന്നും, ഗന്ധർവന്മാരുടെ രാജാവെന്ന് തോന്നും. പാർത്ഥിവം വ്യഞ്ജന അൻവിതോ ദേവോ വാ ദാനവോ മനുഷ്യോ വാത്തോ തർക്കയുതം ഉത്സഹേ. കണ്ടു കഴിഞ്ഞാൽ ഗന്ധർവന്മാരുടെ രാജാവാണെന്ന് തോന്നും. എനിക്ക് കണ്ടിട്ട് ഇവർ ദേവനാണോ മനുഷ്യനാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. അങ്ങനെയൊക്കെ അങ്ങനെ ഗന്ധർവരാജനെ പോലെ തോന്നും. അതേ സമയത്ത് ഇത് ദേവനാണോ മനുഷ്യനാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ആള് സൂപ്പറാണ്. ഇങ്ങനെ ഒരാളെ ഈ ലോകത്തിൽ ആരുമില്ല. തരുണീരൂപസമ്പന്ന സർവാഭരണഭൂഷിത ദൃഷ്ട്വാ തത്ര മയാ നാരി തയോരമധ്യ സുമധ്യമ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സുന്ദരിയായിട്ടുള്ള ഒരുത്തിയുണ്ട്. അവള് കാരണമാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഒരുത്തിയുണ്ട്. അവള് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവളില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ബെസ്റ്റ് ജോഡിയായിരുന്നു. അതുവരെ എത്രയോ ഭംഗിയായിട്ട് എന്നോട് സംസാരിച്ചതാണ് അല്ലേ, എന്നോട് അവർക്ക് പ്രേമം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഇടയ്ക്ക് വന്നപ്പോഴാണ് കുറച്ച് ലവ് മൂത്ത് അല്ലേ, ലവ് അങ്ങ് കുറച്ച് തീവ്രമായപ്പോൾ ഞാൻ പെട്ടെന്ന് അവളെ ഇങ്ങനെ കൊല്ലാൻ നോക്കി. അതാണ് പ്രശ്നമായത്. എല്ലാം പ്രശ്നമായി. അല്ലെങ്കിൽ ഇങ്ങനൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവള് കാരണം ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഉഭാഭ്യാം സംഭൂയ പ്രമദാം അധികൃത്യതാം ഇമാം അവസ്ഥാം നീത അഹം യഥാ നാഥ സതി തഥാ. അവൾ ഒരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. കാരണം അവളെ സംരക്ഷിക്കുകയാണ് ഇവർ രണ്ടുപേരും എന്ന് പറയാണ്. തസ്യച്ചാന്ദ്രജോ വൃത്യാ തയോ ചാത്യയോരഹം സവേനം പാദമിച്ഛാമി രുതിരം വ്രണമൂർധനി. എനിക്ക് അവളുടെ രക്തത്തെ കുടിക്കണം. പിന്നെ യുദ്ധത്തിൽ അവർ രണ്ടുപേരെയും വധിക്കുകയാണെങ്കിൽ അവരുടെ രക്തം എനിക്ക് കുടിക്കണം എന്ന് പറഞ്ഞു. ഏഷമേ പ്രഥമകാമകൃത തത്ര ത്വയാ ഭവേത് തസ്യ തയോ ച രുദ്രം പുരിഭ്യം അഹമാഹവേ.
അവളുടെ രക്തവും കുടിക്കും, അത് കഴിഞ്ഞിട്ട് അവരുടെ രക്തവും കുടിക്കും. അങ്ങനെ എന്നിട്ട് എൻ്റെ ഈ ഒരു കലി അടങ്ങും എന്ന് പറഞ്ഞു. യതി തസ്യാബുഭ്രായം ചതുർദശ മഹാബലാൻ വ്യതിദേശഖര ക്രുദ്ധോ രാക്ഷസാനന്ദഗോപമാൻ. ഇത് കേട്ടുടനെ ഖരൻ ആ ഒരു 14 മഹാരാക്ഷസന്മാരെ വിളിച്ചു. അവരെന്ന് പറഞ്ഞ അന്തകൻ തന്നെയാണ്. അവരെ വിളിച്ചു. മാനുഷൗ ശസ്ത്ര സമ്പന്നോ ചീരകൃഷ്ണജിനംബരോ പ്രവിഷ്ടദണ്ഡകാരണ്യം ഘോരം പ്രമദയാ സഹ. അവന്മാരെല്ലാം അസ്ത്രശസ്ത്രങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് പറഞ്ഞു, അവിടെ രണ്ടവന്മാരുണ്ട്, മരവുരികളും ഈ മാൻതോലും ധരിച്ചുണ്ട്. അവർ ഈ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഒരു സ്ത്രീയായിട്ട്. എന്നിട്ട് അങ്ങനെ ഖരൻ പറയുകയാണ് ആ 14 രാക്ഷസന്മാരോട്, തൗ ഹത്വാ തം ച ദുർവൃത്താം ഉപാവർത്തിതും അർഹത ഇയം ചാരുധരം തേഷാം ഭഗിനി മമ പാശ്യതി. അവരെ വധിച്ചതിന് ശേഷമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. അതുകൂടാതെ അവളെയും വധിക്കണം. എന്നിട്ട് അവരുടെ രക്തം ഒന്നെ കൊന്നേ, രക്തത്തെ കുടിച്ചേ. അവരുടെ 3 പേരുടെയും രക്തം എൻ്റെ സഹോദരിക്ക് വേണം. അവൾ കുടിക്കാനായിട്ട്, ആ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യണം എന്ന് പറയും. മനോരഥോയം ഇഷ്ട അസ്യ ഭഗിന്യാമം രാക്ഷസ ശീഘ്രം സമ്പദ്യതാം ഗത്വാ തോ പ്രമത്യ സ്വതേജസ. നിങ്ങളുടെ ആ ഒരു വീര്യം കൊണ്ട് അവരെ ചവിട്ടി അമർത്തി വധിക്കൂ. എന്നിട്ട് എൻ്റെ ആ ഒരു സഹോദരിയുടെ വിഷമങ്ങളൊക്കെ നിങ്ങൾ തീർക്കൂ. ഇഷാമി നിർഹതോ ദൃഷ്ട്വാ തോ ഭോ ഭ്രാതുരണേ ഇയം പ്രഹൃഷ്ടമുദിത രുതിരം യുധി പശ്യതി. നിങ്ങൾ ആ 3 പേരെയും വധിക്കുന്നത് കണ്ടിട്ട് എൻ്റെ സഹോദരിക്ക് വളരെ സന്തോഷമാണ്. അവൾ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ ജ്യൂസ് കുടിക്കട്ടെ എന്ന് പറയാണ്. ഇതി പ്രതിസമാദിഷ്ട രാക്ഷസ തേ ചതുർദശ തത്ര ജഗ്മോ തയാ സാർദ്ധം ഘനാവാതരീ. വീരവാദത്തിന് ഒരു കുറവില്ലെന്നുള്ളതാണ്. ഇങ്ങനെ ഖരൻ ആ 14 രാക്ഷസന്മാരോടും പഞ്ചവടിയിൽ എത്താൻ പറഞ്ഞു. ശൂർപ്പണയും കൂട്ടത്തിൽ പോയി. ഇതാണ് ഭയങ്കര കോമഡി. ശൂർപ്പണ വലിയ കാര്യത്തിൽ പോകും, എന്നിട്ട് ഇവന്മാരെ ഭഗവാൻ കൊല്ലുന്ന ഒറ്റ ഓട്ടം. നേരത്തെ മൂക്കും ചെവിയോട് ഇനി എന്തൊക്കെയായിരിക്കും ഭഗവാനെ എന്ന് പറയുന്ന ഒറ്റ ഓട്ടം. ഭയങ്കര കോമഡി. തതസ്തുതം സമുദർഗ തേജസാം തഥാപി ദീക്ഷണ പ്രതരാ നിശാചരാ തേ ശോകുതേരം സഹസ വൃന്ദം ബന്ദിവാദ് ഈപ്തം ഇവാഗ്രീതം. അങ്ങനെ നിശാചരന്മാർ വളരെ ഷാർപ്പായിട്ടുള്ള അസ്ത്രങ്ങൾ അതൊക്കെ കൊണ്ട് രാമൻ്റെ മുമ്പിൽ എത്തി. കാട്ടാനകൾ മുന്നിൽ നിൽക്കുന്നവരെ അതും കാട്ടാനകൾ അവരുടെ ശക്തി ഉപയോഗിച്ച് കാട്ടുതീയെ കെടുത്താൻ നോക്കുകയാണ്. അല്ലെ, കാട്ടാനകൾക്ക് കാട്ടുതീ കെടുത്താൻ പറ്റുമോ? രാമൻ എന്ന് പറഞ്ഞ ഒരു തീയാണ്. കത്തി 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 അങ്ങ് കയറുന്നത്. അതുകൊണ്ട് വെറുതെ ചെന്ന് ചോദിച്ച് വാങ്ങാൻ പോവുകയാണ്. തഥാ ശൂർപ്പണക ഘോര രാഘവ ആശ്രമമാഗത രക്ഷസാൻ അചക്ഷേതോ ഭ്രാത്ര സഹ സീതയ. അവിടെ രാഘവന്റെ ആശ്രമത്തിൽ എത്തിയപ്പോൾ ശൂർപ്പണക കാണിച്ചു കൊടുത്തു, ദോ അവനാണ്, ദോ ലവൻ, അല്ലേ, രാമനും ലക്ഷ്മണനും. അങ്ങനെ ആ രാക്ഷസന്മാരെ കാണിച്ചു കൊടുത്തു. തേ രാമം പർണശാലായം ഉപവിഷ്ട മഹാബലം ദദൃശു സീതയാ സാർദ്ധം ലക്ഷ്മണേനാഭി സേവിതം. അങ്ങനെ ആ രാക്ഷസന്മാര് ശ്രീരാമ ഭഗവാനെയും സീതാദേവിയും ലക്ഷ്മണനെയും കണ്ടു. ലക്ഷ്മണൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താം ദൃഷ്ട്വാ രാഘവ ശ്രീമാൻ ആഗതം താം ച രാക്ഷസീം അബ്രവീത് ഭ്രാത്രം രാമോ ലക്ഷ്മണം ദീപ്ത തേജസം. അങ്ങനെ രാക്ഷസന്മാരെ കണ്ടപ്പോഴും രാക്ഷസിയും കണ്ടു. രാഘവൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ
മുഹൂർത്തം ഭവ സൗമിത്രേ സീതയാ പ്രത്യനന്തര ഇമാനസ്യ വദിഷ്യാമി പദവിമാഗതമ്യഹ. സൗമിത്രി, സീതയുടെ അടുത്ത് നിൽക്കൂ. ഈ രാക്ഷസന്മാരെ, ആ രാക്ഷസി പോയ പാതയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അവൾ പോയ വഴി ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. വാക്യമേതത്തഥാ ശ്രുത്വാ രാമസ്യ വിദദാത്മന തഥാ ഇത് ലക്ഷ്മണോ വാക്യം രാമസ്യ പ്രത്യപൂജ്യത. രാമൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണൻ യെസ്, ചേട്ടൻ പറയുന്ന പോലെ തന്നെ യെസ് എന്ന് പറഞ്ഞു. രാഘവോ അഭിമഹതാ ചാപം ചാമഗീര വിഭൂഷിതം ചകാരസജ്ജം ധർമാത്മാ താനി രക്ഷാംസി ചബ്രവീത്. അങ്ങനെ ഭാരം കൊതിക്കുന്ന ആ ഒരു വില്ലെടുത്ത് ഭഗവാൻ സ്വർണത്താൽ ഇങ്ങനെ തിളങ്ങുന്ന, എന്നിട്ട് ആ ഒരു ഞാണ് പിടിച്ച് ഒറ്റക്കുല, എന്നിട്ട് ഇടി വെട്ടുന്നത് പോലെ ഭഗവാൻ സംസാരിക്കാൻ തുടങ്ങി. പുത്രോ ദശരഥസ്യാമം ഭ്രാതൃ രാമലക്ഷ്മണോ പ്രവൃഷ്ടോ സീതയാ സാർദ്ധം ദുശ്ചരം ദണ്ഡകവനം. ഞങ്ങൾ ദശരഥ പുത്രന്മാരാണ്, രാമൻ ലക്ഷ്മണനും. ഞാൻ സീതാസമേതനായിട്ട് ഇവിടെ പ്രവേശിച്ചിരിക്കുകയാണ്. ഫലമൂലാശനോ ദാന്തോ താപസോ ധർമ്മചാരിണോ വസന്തോ ദണ്ഡകാരണി കിമർത്ഥം ഉപഹിംസത. നമ്മൾ ഫലമൂലാദികൾ കഴിച്ചുകൊണ്ടും ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാണ്, ദണ്ഡകാരണ്യത്തിലെ മുനിമാരെ പോലെ. പിന്നെ എന്തിനാണ് നിനക്ക്, എന്തിൻ്റെ കൊഴുപ്പാടാ എന്ന് ചോദിക്കാൻ. യുഷ്മാൻ ഭാവാത്മകാൻ ഹുതം വിപ്രകാരാൻ മഹാഹവേ ഋഷിനാം തു നിയോഗേന പ്രാപ്തോഹം സശരാസന. ഋഷിമാരെല്ലാം, നിങ്ങളുള്ളവന്മാരെ എല്ലാം, നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു പാഠം പഠിപ്പിക്കാനായിട്ട് എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. വെറുതെ ചോദിച്ചടി വാങ്ങരുത്, വേണ്ട 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 എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് നിങ്ങളുടെ പാതയിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. തിഷ്ഠദേവ അത്ര സന്തുഷ്ടാത ഉപപരിതം അർഹത യതി പ്രാണിഹ അർത്ഥേവോ നിർവദ്ധം നിശാചര. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ സമാധാനമായിട്ട് ജീവിച്ചോണം, അല്ലേ? അല്ലെങ്കിൽ നീ ഒരിക്കലും തിരിച്ചു പോകത്തില്ല. ഇപ്പോൾ തന്നെ തിരിച്ചു പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. തസ്യ തദ്വചനം ശ്രുത്വാ രാക്ഷസാത്യേ ചതുർദശ ഊചൂർവചം സംശുബ്ധ ബ്രഹ്മജ്ഞ ശൂലപാനയ സംരക്തനയനാ ഭൂരരാമം രക്താന്തലോചനം പുരുഷ മധുർ ആഭാഷം ദൃഷ്ടപരാക്രമം. രാമൻ്റെ ഈ വചനങ്ങൾ കേട്ടപ്പോൾ 14 രാക്ഷസന്മാരും എത്രയോ സാധുജനങ്ങളെ വധിച്ച അവർ കുന്തവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വളരെയധികം ക്രുദ്ധനായി, അവരുടെ രക്തം പോലെയായി അവരുടെ കണ്ണുകൾ. എന്നിട്ട് തിരിച്ച് രാമൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, ഭഗവാന്റെ ആ ഒരു വീര്യം ഇവന്മാരാണെങ്കിൽ കണ്ടിട്ടുമില്ല. അതുകൊണ്ടാണ് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത്. ക്രോധം ഉത്പാദ്യ ന ഭർത്തു ഖരസ്യാസു മഹാത്മന ത്വമേവ ഹാസ്യസേ പ്രാണാൻ അദ്യ അസ്മാഭിരതേ യുധി. ഏറ്റവും മഹാവ്യക്തിയായിട്ടുള്ള ആ ഒരു ഖരനെ, അല്ലെ, മഹാത്മാവാണെന്നാണ് പറയുന്നത്, വലിയ മഹാത്മാവാണ്. ആ ഖരനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട്, നിനക്കാണ് ഇനി പ്രശ്നമാകാൻ പോകുന്നത് എന്ന് പറഞ്ഞു. കാഹിതേ ശക്തികരേകസ്യ ബഹുനാം രണമൂർധനി അസ്മാകമഗ്രതാസ്ഥാതും കിം പുനർയുദ്ധമാഹവേ. നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്, അല്ലേ? നീ ഒറ്റയ്ക്ക് എന്താണ് നമ്മളെ ചെയ്യാൻ പോകുന്നത്? നീ കൂടുതൽ യുദ്ധത്തെക്കുറിച്ചൊന്നും പറയണ്ട. യുദ്ധം എന്താണ് മോനെ, നമ്മൾ പഠിപ്പിച്ചു തരാം. അങ്ങനെയൊക്കെ പറയും. ഏവിബാഹും പ്രയുക്തേന പരിയൈ ശൂലപദിശേ പ്രാണം തെക്ഷസി വീര്യം ച ധനുജാഗര പീഡിതം. നമ്മളുടെ ഗദയും ആ ഒരു കുന്തവും വാളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നീ ജീവന് വേണ്ടി കൊതിക്കും. ഇനി നിന്റെ ആ ഒരു കയ്യിലിരിക്കുന്ന വില്ലൊക്കെ തെറിച്ചു പോകും. അതുകൊണ്ട് നോക്കിക്കോ നമ്മൾ എന്താ നിന്നോട് ചെയ്യാൻ പോകുന്നത്. ഇത് ഏവമുക്ത്വാ സരബന്ധ രാക്ഷസ ചേതദുർഷൗധ്യരായുധ
നിശ്രംസാ രാമം ഏവം അവിദുദ്രവം ചിക്ഷുഭീതാനി ശൂലാനി രാഘവം പ്രതി ദുർജയം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ 14 രാക്ഷസന്മാർ അവരുടെ ആയുധം എടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് ഓടുകയാണ്. ആ ഓടി അവരെല്ലാവരും അവരുടെ ആയുധം ഭഗവാന് ഒരിക്കലും തോൽക്കാത്ത രാമന്റെ നേർക്ക് അയക്കുകയാണ്. താനി ശൂലാനി കാകുതസ്ഥ സമസ്ഥാനി ദുർദർശ താവദ്യേവ ചിജ്ജേദം ശരൈകാഞ്ചനഭൂഷിതോ. ആ 14 അസ്ത്രങ്ങളെയും ഭഗവാൻ നിഷ്പ്രയാസം അസ്ത്രങ്ങൾ കൊണ്ട് ഖണ്ഡിച്ചു. തതപശ്ചാത് മഹാതേജ നാരാജാൻ സൂര്യസന്നിഭാൻ ജഗ്രാഹ പരം ക്രുദ്ധ ചതുർദശശീലശിതന. ഇത് കണ്ടപ്പോൾ വളരെയധികം കുപിതനായിട്ടുള്ള അവർ ഒരുപാട് അസ്ത്രങ്ങളാൽ രാമനെ പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു. ഗൃഹീത്വാദനുവായസം ലക്ഷ്യാൻ ഉദ്ദേശ്യ രാക്ഷസാൻ സുമൂജരാഘോ ബാണാൻ വജ്രാവിഭ ശതകൃത. അന്നേരം രാമൻ വീണ്ടും വില്ലെടുത്തു. അതിനുശേഷം അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. ഇടി വെട്ടുന്ന പോലെയായിരുന്നു ഭഗവാന്റെ അസ്ത്രങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. തേ ഭിത്വാ രക്ഷസാം വേഗാത് ഭക്ഷാം സിരുദ്രപ്ലത വിനിഷ്പേതു തഥാ ഭൂമോ വൽമീക്യാതിപ പന്നഘ. ആ ഒരു അസ്ത്രത്തിന്റെ വേഗത കാരണം പടപടാന്ന് അവരയച്ച അസ്ത്രങ്ങളെയും തകർത്തുകൊണ്ട് അവരുടെ നെഞ്ച് പിളർന്നു പോവുകയായിരുന്നു. അതായത് അവരയച്ച അസ്ത്രങ്ങളെ ഖണ്ഡിച്ച് എന്നിട്ടും ആ അസ്ത്രത്തിന്റെ പവർ തീർന്നിട്ടില്ല. ഭഗവാന്റെ ബാഹുബലം അത്രയ്ക്കാണ്. നെഞ്ച് പിളർന്നു പോയിട്ട് അത് നേരെ ഭൂമിയിൽ പോയി പതിക്കുകയാണ്. ഭൂമിക്ക് അകത്തോട്ട് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുണ്ടോ പവർ അല്ലേ? അതായത് രാക്ഷസന്മാരുടെ ശരീരം എന്ന് പറഞ്ഞാൽ സാധാരണ ഇതാണോ? അല്ല. അതും പാമ്പ് ചീറ്റുന്ന പോലെയാണ്. പാമ്പ് ചീറ്റി പോകുന്ന പോലെയാണ് രാമന്റെ ബാണം. അവരുടെ അസ്ത്രങ്ങൾ ഖണ്ഡിച്ച് അത് നേരെ അവരുടെ നെഞ്ച് പിളർന്ന് അതിനുശേഷം പുറത്തു പോയതിനു ശേഷം അതിൻ്റെ പവർ തീർന്നിട്ടില്ല. അത് നേരെ ആ ഭൂമിയിൽ പതിച്ച് വീഴുകയാണ്. അതും സർപ്പം എങ്ങനെയാണോ മാളത്തിനകത്തോട്ട് പ്രവേശിക്കുന്നത് അതേപോലെ എന്നാണ് വാൽമീകി ഋഷി പറയുന്നത്. തേ ഭഗ്നഹൃദയാ ഭൂമോ ചിഹ്നം മൂല ഇവ ദ്രുമ നിവേദു ശോണിതസ്നത്ത വികൃത വിഗതാസഭ. ആ ഹൃദയമൊക്കെ പിളർന്നു പോയി. എന്നിട്ട് അവർ രക്തത്തിൽ കുളിക്കാൻ തുടങ്ങി. ആ 14 പേരും തീർന്നു. മരം വെട്ടി വീഴുന്നത് മാതിരിയും ഒരു മരം വെട്ടുകാരൻ മരത്തെ വെട്ടി വീഴ്ത്തുന്നത് മാതിരി ടപ്പെന്ന് പറഞ്ഞ ഠം 14 അസ്ത്രങ്ങളും അയച്ചതേ ഉള്ളൂ. അതോടുകൂടി അവരുടെ കാര്യം പോക്കെ. വലിയ വാചപടിയായിരുന്നു. 14 അസ്ത്രത്തിൽ അവരെ 14 പേരെയും ഒതുക്കി എന്നുള്ളതാണ്. താൻ ഭൂമോ പതിതാൻ ദൃഷ്ട രാക്ഷസി ക്രോധ മൂർച്ഛ രാക്ഷസി കണ്ടുകൊണ്ടിരിക്കുകയാണിത്. മൂർച്ഛിത ഉപഗമ്യ ഘരം സാധു കിഞ്ചിത് സംശിക്ഷോണിത പവാത് പുന ഏവാർത്ഥ സന്യാസേവ വല്ലരി. 14 രാക്ഷസന്മാരും നിലം പതിച്ചത് കണ്ടിട്ട് ശൂർപ്പണഖ ഭയത്താലും ക്രോധത്താലും ഓടി ഖരൻ്റെ അടുത്തേക്ക് ഓടി. ഭാഗ്യത്തിന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടെ ചെന്നിട്ട് വീണ്ടും ബോധം കെട്ട് വിടും. ഒന്ന് ആലോചിച്ചു. ശൂർപ്പണഖ നല്ല സൂപ്പർ ആക്ടിങ് കേട്ടോ. ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്. അന്നേരം ശൂർപ്പണഖ ഓടി ഖരൻ്റെ അടുത്ത് എത്തുന്നവരെ ബോധം കെട്ടില്ല. അവിടെ ചെന്നപ്പം ഇടി വെട്ടുന്നവരെ ടപ്പെന്ന് പറഞ്ഞ് വീഴും. ഇവിടെ കര എന്ത് പറ്റി പറ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവന്മാരെ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് 14 രാക്ഷസന്മാരെ റെഡിയാക്കി വിട്ടു. അവന്മാർ വാചമടിച്ച് ഒരുവിധം എല്ലാം ശരിയാക്കി. അവസാനം അസ്ത്രങ്ങളൊക്കെ അയച്ചു. ആദ്യം കുന്തം അയച്ചു. കുന്തം കുന്തത്തിനൊരു പരിപാടി ഭഗവാൻ മറുപടി കൊടുത്തു. അതിനുശേഷം 14 അസ്ത്രങ്ങൾ അയച്ചു. ചീറിപ്പാഞ്ഞു വന്ന അസ്ത്രം അവരയച്ച അസ്ത്രത്തെ എല്ലാം തകർത്തുകൊണ്ട് നേരെ നെഞ്ച് പിളർന്ന് ടപ്പൊന്ന് ഹാർട്ടൊക്കെ പിളർന്നു പോയി എന്നുള്ളത്. ഹാർട്ടൊക്കെ പിളർന്ന് ഇങ്ങനെ വന്നിട്ട് ഒരു മരം വീഴുന്ന മാതിരിയാണ് വീണത്. ഇത് കണ്ട ഉടനെ ശൂർപ്പണ ഒറ്റ ഓട്ടമാണെന്നുള്ളത്. ഓടിച്ചെന്ന് ഖരൻ്റെ അടുത്ത് എന്നിട്ട് വീണ്ടും ബോധം കെട്ട് വീഴാണ്. താനേ ഭൂമോപതിതാൻ ദൃഷ്ട രാക്ഷസീ ക്രോധമൂർച്ഛിത ഉപഗമ്യ ഖരം സാധു കിഞ്ചിത് സംയുക്ത ശോണിത പവാത് പുനഃ സന്നിര്യാസേവ വല്ലരി. താൻ ഭൂമോപതിതാൻ ദൃഷ്ട രാക്ഷസീ
ഭ്രാതു സമീപേ ശോകാർത്ഥ സസർജേ നിനദം മഹത് സസ്വരം മുമോക്ഷ ബാഷ്പം വിവർണവദന തഥാ. എന്നിട്ട് ഖരൻ്റെ മുമ്പിൽ കരച്ചിലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ഒരുപാട് കരഞ്ഞോ, ഒരുപാട് കരഞ്ഞെന്ന് പറഞ്ഞാൽ കരഞ്ഞ് കരഞ്ഞൊരു പരിവാക്കി. എന്നിട്ട് രക്തമൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അതെല്ലാം തുടച്ചുകൊണ്ട് അവൾ പറയുകയാണ്, നിപാതിതാൻ പ്രേക്ഷരണേതു രാക്ഷസാൻ പ്രദ്ധാവിത ശൂർപണക പുനഃതഥാ ബദം ച തേഷാം നിഖിലേന രക്ഷസാം ശശംശം സർവഭഗനീകരസ്യ സ. ശൂർപണക 14 രാക്ഷസന്മാരെ വീണത് കണ്ടിട്ട് പഞ്ചവടിയിൽ നിന്ന് ഓടി. അതുകൊണ്ട് ഖരനോട് വിശദ വിവരങ്ങൾ റിപ്പോർട്ട്, നല്ല ന്യൂസ് റിപ്പോർട്ടർ കൊടുക്കുന്ന മാതിരി ഒരസ്ത്രം ഇങ്ങനെ അയച്ചു ഇങ്ങനെ അയച്ചു എല്ലാ റിപ്പോർട്ടും കൊടുത്തു. എന്നിട്ട് ഓടി അവിടുന്ന്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എല്ലാം തീരും. സ പുനാപതിതാം ദൃഷ്ട്വാ ക്രോധാ ശൂർപണകാം ഖര ഉവാച വ്യക്തവാചത്വം അനർത്ഥം അർത്ഥമാഗതം. എന്നിട്ട് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ രാക്ഷസ കുലവും നശിപ്പിക്കാൻ ഉണ്ടായവളാണ് ശൂർപണക. എല്ലാം കറക്റ്റായിട്ട് വീണ്ടും ദേഷ്യത്തോടു കൂടിയും ക്രോധത്തോടു കൂടിയും പറയുകയാണ്, മയാ തു ഇദാനീം ശൂരാ തേ രാക്ഷസാ പിശാചദർശന ത്വത്പ്രിയാർത്ഥം വിനദിഷ്ട്വാ കിമർത്ഥം രുദ്ധ്യതേ പുനാ. എന്നിട്ട് പറഞ്ഞ് ഉടനെ തന്നെ ഖരൻ ചോദിച്ചു, എന്തുവാടി വീണ്ടും വീണ്ടും ഇങ്ങനെ ചിണുങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിനക്ക് വേണ്ടിയല്ല ഈ 14 വീരപുരുഷന്മാരെ അയച്ചത്, ഇനി എന്തുവാണ് ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഭക്ത്വ ജൈവനുരക്ത ജൈഹിതാചമം നിത്യച അന്യമാനവന്യതേന കുര്യേ വചോ മമം. അവരെല്ലാം എൻ്റെ വീരശൂര പരാക്രമികളാണ്, എപ്പോഴും എൻ്റെ ഹിതചിന്തകന്മാരാണ്. അവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരെയാണ് ഞാൻ നിനക്ക് വേണ്ടി അയച്ചിരിക്കുന്നത്. കിം ഏതത് ശ്രോതം ഇച്ഛാമി കാരണം യത്കൃതേ പുനഃ ആ നാഥ ഇതി നിരദ്ധന്യേ സർവദ ചേഷ്ടതേക്ഷിതോ. അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ കരച്ചിലൊന്നും കാണിക്കണം. എന്താണെന്ന് വെച്ച് ഞാൻ പറയാൻ പറഞ്ഞു. അനാഥവത് വിലപസി കിംനുനാഥേ മൈസ്ഥിതേ ഉത്തേഷ്ടോധിഷ്ടമാമൈവം വൈക്ലവ്യം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതി ഏവം മുക്ത്വാ ദുദർശ ഖരേണ ബ്രസാൻവിത വിമൃജനയനേത്രയർന്ന ഖരം ഭ്രാത്രാമബ്രവീത്. അങ്ങനെ പൊതുവേ ആദ്യമൊക്കെ ഒരു മയത്തോടെയാണ് ഖരൻ ചോദിച്ചത്. ഇപ്പം വളരെ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി വീണ്ടും ശൂർപണഖ പറയണം, അസ്മി ഇതാനി അഹം പ്രാപ്ത ഹതശ്രവണ നാസിക ശോണിതൗഹം പരിക്ലിന്യ ത്വയാച പരിസമന്വിത. കുറച്ചു മുമ്പേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു. എൻ്റെ ചെവിയും എൻ്റെ മൂക്കും ഛേദിച്ചതിന് ശേഷം ആ ഒരു രക്തത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. നീ തന്നെയല്ലേ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചത് അല്ലേ? പ്രേഷിജാ ത്വ ശൂരരാക്ഷസ ചേ ചതുർദശ നിഹന്തും രാഘവം ഘോരം മത്പ്രിയാർത്ഥം സ ലക്ഷ്മണം. സഹോദര, നീ എൻ്റെ സന്തോഷത്തിന് വേണ്ടി ആ 14 രാക്ഷസന്മാരെ അയച്ചു അല്ലേ? കറക്റ്റല്ലേ? തേ തു രാമേണ സാമർഷ ശൂലപാഠി സ്പാണ്യ സമേര നിഹിത സർവേ സായകേ മർമ്മഭേദവി. അവരെല്ലാവരും അവരുടെ കുന്തമൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു. വളരെ നല്ല രീതിയിൽ അവർ ഫൈറ്റ് ചെയ്തു. പക്ഷേ അവർക്ക് ആർക്കും രാമൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഇടി വെട്ടിയതുപോലെയാണ് രാമ അവരുടെ നേരെ അസ്ത്രം അയച്ചത്. രാമൻ്റെ ക്രോധത്തിൽ മുമ്പിൽ ഇവന്മാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. താനഭൂവോ പതിതാൻ ദൃഷ്ട്വാ ക്ഷണേനൈവ മഹാജമൻ രാമസ്യ ച മഹത്കർമ്മം മഹാൻ ത്രാസോഭവൻ മമ. അവർ വീഴുന്ന വീഴ്ച കണ്ടിട്ട് ഉള്ളീന്നൊരു ഭയം ഇങ്ങനെ കയറി വന്നു. ആ ഭയത്തിൽ ഞാൻ ഓടി ഇങ്ങോട്ട് വന്ന് വീണതാണ്. അതുകൊണ്ട് അവരുടെ വീഴ്ച കണ്ടപ്പോഴേ മനസ്സിലായി ഈ മുന്നിൽ നിൽക്കുന്ന ആള് അത്ര നിസ്സാരനല്ല. കാരണം ഭഗവാന്റെ സൗന്ദര്യം മാത്രമേ ശൂർപണ കണ്ടിട്ടുള്ളൂ, വീര്യം കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കണം. വിചാരിച്ചു സാധാരണ ഒരു സുന്ദരനാണ്. പൊതുവെ ആദ്യം രാമായണം തുടങ്ങിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലേ? നമ്മുടെ വാൽമീകി ഋഷി ചോദിക്കുകയാണ്, എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു വ്യക്തി ആരാണ് എന്ന് പറഞ്ഞില്ലേ? അതിൽ വീരശൂര പരാക്രമി സൗമ്യശീലൻ, മനസ്സിലായില്ലേ?
അങ്ങനെ പല രീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അന്നേരത്തേക്ക് ഉടൻ തന്നെ ആ ഭഗവാന്റെ ആ ഒരു വീര്യം ഇപ്പോഴാണ് ശൂർപ്പണഖ കാണുന്നത്. ശൂർപ്പണഖയ്ക്ക് ഭഗവാന്റെ ആ ഒരു സൗന്ദര്യം മാത്രമേ കണ്ടിട്ടുള്ളൂ. ശൂർപ്പണഖയുടെ കണ്ണ് തള്ളിപ്പോയി. നേരെ വന്നിട്ട് ഖരനോട് പറയുകയാണ്, അത് കണ്ടിട്ട് ഭയപ്പെട്ടിട്ട് ഞാൻ ജീവനും കൊണ്ട് ഓടിയതാണ്. ഇത് കണ്ടപ്പോഴേ എനിക്ക് വളരെ വിഷമമായി, വളരെ ഭയം തോന്നുന്നു. ആ ഒരു ഭയത്താൽ ഞാനിങ്ങനെ ഓടി വന്നതാണ് എന്നാണ് പറയുന്നത്. സ അസ്മി ഭീതാ സമുദ്വിഗ്ന വിഷന്ന ച നിശാചര ശരണം ത്വാ പുനഃപ്രാപ്ത സർവതോ ഭയദർശിനി. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതുകൊണ്ട് അവർ വീഴുന്ന വീഴ്ച കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് ഭയം പോയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഖര അങ്ങയുടെ സഹായം ഞാൻ തേടുകയാണ് എന്ന് പറഞ്ഞു. വിഷാദനഖദ്യുഷതേ പരിത്രാ സൗർമിമാലിനി കിം മാം ന ത്രായസേ മഗ്നം വിപുലേ ശോകസാഗരേ. എന്തുകൊണ്ട് നീ തന്നെ എന്നെ രക്ഷിക്കാൻ വരുന്നില്ല? ഇനി ഇവനെയും കൂടെ കൊലയ്ക്ക് കൊടുക്കാനാണ് അല്ലേ? ഞാൻ ഇത്രയും വലിയ ദുഃഖത്തിൽ നീ ഇരിക്കുമ്പോൾ നീ ഇങ്ങനെ ഇവിടെ സമാധാനമായിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഏതേ ച നിഹതാ ഭൂമോ രാമേണ നിശിതൈശ്വരേ യേ ചൈത്വാ പദവീം പ്രാപ്ത രാക്ഷസ പിശിദർശന. അന്നേരം ആ അസുരന്മാരെല്ലാം, ആ രാക്ഷസന്മാരെല്ലാം വീണ സ്ഥിതിക്ക് നീ തന്നെ വന്നേ പറ്റൂ. മൈ തേരി അനുക്രോശോ യതി രക്ഷസുതേഷു ച രാമേണ യതി ശക്തി തേ തേജോ വാ അസ്തി നിശാചര ദണ്ഡകാരുണ്യ നിലം ജഹി രാക്ഷസകണ്ഡകം. നിനക്ക് എന്തെങ്കിലും ഒരു കാരുണ്യം എന്നോടുണ്ടെങ്കിൽ, ആ മരിച്ചു വീണ നിനക്ക് വേണ്ടി മരിച്ച ആ രാക്ഷസന്മാരോട് എന്തെങ്കിലും ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ, നിനക്ക് ആ രാമനെ പേടിയില്ലെങ്കിൽ, നിശാചര രാമനെ കൊല്ലൂ. അവൻ വലിയൊരു മുള്ളുമാതിരി ഇരിക്കുകയാണ് ഈ ദണ്ഡകാരുണ്യ വനത്തിൽ. നമുക്ക് ആർക്കും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. യതി രാമമിത്രം നത്വം മധ്യാവദിഷ്യസി തവച്ചേവഗ്രതാ പ്രാണൻ ത്യക്ഷ്യസി നിരപത്രവ. രാമനെ നീ കൊന്നില്ലെങ്കിൽ, ആ ശത്രു സംഹാരിയായിട്ടുള്ള രാമൻ, ഞാൻ ഇപ്പോൾ തന്നെ ഉടൻ തന്നെ ആത്മഹത്യ ചെയ്യും. നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും. ഓപ്പണെ അവൾ ചത്തിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നമില്ല. ബുദ്ധ്യാ അനുപശ്യാമി നത്വം രാമസ്യ സംയുഗേ സ്ഥാതും പ്രതിമുഖേ ശക്തേ സ ബലോ അഭിമഹാരണേ ശൂരമാനീന ശൂരത്വം മിഥ്യാരോപിത വിക്രമ. എനിക്ക് നല്ലപോലെ കാണാൻ പറ്റും നിനക്കും ഗട്ട്സ് ഇല്ല രാമൻ്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ. നീ നിന്റെ എല്ലാ സൈന്യബലവും ഉപയോഗിച്ചാലും, നീ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, നീ വെറും തുച്ഛമായിട്ട് മാറും രാമൻ്റെ മുമ്പിൽ. വെല്ലുവിളി നോക്കണേ എങ്ങനെ ബുദ്ധിപരമായിട്ട് ആ ക്രൂരയായിട്ടുള്ള ഒരു സ്ത്രീ രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിക്കുമെന്ന് നോക്കണേ. നീ വേണമെങ്കിൽ നിന്റെ മുഴുവൻ സൈന്യത്തെ എടുത്തുകൊണ്ട് പോ. അതൊരു ഇതാണ്, ഒരു വെല്ലുവിളിയാണ്, മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും രാമനെ കൊല്ലണം എന്നുള്ള ഒരു ചിന്തയാണ് ശൂർപ്പണഖയ്ക്ക്. കാരണം അത് ഈഗോ ആയിട്ട് മാറി. ആദ്യം കാമമായിരുന്നു, അത് ക്രോധമായി, പിന്നെ ഇതിപ്പോൾ ഈഗോ ക്ലാഷായിട്ട് മാറിയാണ്. ഇനി രാമനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയാൻ ഖര, നീ നിന്റെ എല്ലാ സൈന്യത്തെയും വേണമെങ്കിൽ ഉപയോഗിച്ചു, നീ അവരുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതിന് ഖരം ഉണ്ടായിരിക്കും. അഭയം ഹി ജനസ്ഥാനം ത്വരിത സഹബാന്ധവ ജഹിത്വം സമേരമൂഢാൻ തഥാ കുലവാംസന മാനുഷേ തൂ നോ ശക്രോഷി ഹന്തും വൈ രാമലക്ഷ്മണോ നിസത്വസ്യൽപവീര്യസ്യ വാസത്തെ കീടശാതു ഇഹ. രാമനെയും ലക്ഷ്മണനെയും അവർ വെറും മനുഷ്യരാണ്. പക്ഷേ നീ അവരെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ, നീ ജനസ്ഥാനത്ത് ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യം? വലിയ ശക്തനായിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് ചുമ്മാ വാച പിടിക്കാൻ മാത്രം കൊള്ളാം. നിന്റെ ഈ അസുരന്മാരെ കൊണ്ട് ഒന്നി അവനെ കൊല്ല്, അല്ലെങ്കിൽ നീ ഇവിടുന്ന് പോകും എന്നാണ് പറയുന്നത്. നോക്കണേ, രാമതേജോ അഭിഭൂതോ ഹി ത്വം ക്ഷിപ്രം വിനശിഷ്യസി സഹിത്തേജസമായുക്തോ രാമോ ദശരഥാത്മജ. നിന്നെക്കാട്ടിയും മഹാശക്തനാണ് രാമൻ. കണ്ടോ, ഇതാണ് പൊതുവേ ദുഷ്ടയായിട്ടുള്ള സ്ത്രീകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം അവർ
തെറ്റായിട്ടുള്ള വഴികളെ ആൾക്കാരെ പ്രേരിപ്പിക്കും. അതിനനുസരിച്ച് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അവരുടെ നാശം ആഗ്രഹിക്കും. ഇത് വളരെ ക്രൂര സ്വഭാവമാണ്. ആദ്യം ശൂർപ്പണഖ വന്നത് എങ്ങനെയാണ്? ശൂർപ്പണഖ ആദ്യം രാമൻ്റെ അടുത്ത് പോയി. രാമൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും നല്ലത് ലക്ഷ്മണനാണ്. ഉടനെ തന്നെ അവൾ കേട്ടു. എന്നാലോചിച്ച് നോക്കണേ. എന്നിട്ട് ലക്ഷ്മണൻ്റെ അടുത്ത് പോയി. ലക്ഷ്മണൻ്റെ അടുത്ത് പോയതിന് ശേഷം വീണ്ടും രാമൻ്റെ അടുത്ത് തിരിച്ചു വരിക. ലക്ഷ്മണൻ പറഞ്ഞയച്ചു ഉടനെ വീണ്ടും തിരിച്ചു വന്നു. അവസാനം അവൾ പറയുകയാണ്, ഇവൾ കാരണമാണ്. അവർ രണ്ടുപേരും പറഞ്ഞത് എന്താണ്? നീ കൂട്ടത്തിൽ ഭാര്യയായിട്ട് ജീവിക്കാം എന്നാണ് പറഞ്ഞത്, അല്ലേ? പക്ഷെ ഇവൾ പറയുന്നത് എന്താണ്? ഇവളുണ്ടായത് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കളിക്കുക, അതുകൊണ്ട് ഇവളെ ഇപ്പോഴേ തന്നെ ഭക്ഷിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവൾ സീതാദേവിയെ കൊല്ലാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. എന്നിട്ട് ഖരനെ കൂടുതൽ ഏഷണി കയറ്റി, കൂടുതൽ വിരോധം. ഇവളുടെ പകയായിരുന്നു, അത് ഖരൻ്റെ പ്രശ്നമാക്കി മാറ്റി. എന്നിട്ട് ആ ഖരൻ 14 രാക്ഷസന്മാരെ അയച്ചു. ഭഗവാൻ നിഷ്പ്രയാസം അവരെ എല്ലാവരും വധിച്ചു. ഉടൻ തന്നെ അവളുടെ പക തീർന്നില്ല. അവൾ വീണ്ടും എങ്ങനെയെങ്കിലും രാമനെ വധിക്കണം, അവളുടെ ഈഗോ ക്ലാഷിന് വേണ്ടി എന്നുള്ള രീതിയിൽ ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാരുകൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ശത്രുതയും രണ്ടും ഡേഞ്ചറസ് ആണ്. ഇപ്പം ശൂർപ്പണഖ രാമൻ്റെ ശത്രുവായി. അതേ സമയത്ത് ഖരൻ്റെ സഹോദരിയാണ്. രണ്ടുപേർക്കും നാശമാണ്. ഒന്നീ രാമൻ്റെ നാശം, അല്ലെങ്കിൽ പിന്നെ രാക്ഷസന്മാരുടെ നാശം ഉറപ്പാണ്. അന്നേരം ഇങ്ങനെയുള്ള സ്ത്രീജനങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ശത്രുതയും, സ്ത്രീകൾ മാത്രമല്ല ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആണുങ്ങളുമുണ്ട്. അങ്ങനെ ഒരു മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ദുഷ്ട കഥാപാത്രങ്ങൾ ആണായിട്ടുമുണ്ട് പെണ്ണായിട്ടുമുണ്ട്. അവരൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ഡേഞ്ചറസ് ആണ്, എനിമിറ്റിയും ഡേഞ്ചറസ് ആണ്. അവരെ മിത്രമായിട്ട് വെച്ചാലും വലിയ പണിയാണ്, ശത്രുതാഭാവത്തോടു കൂടി വെച്ചാലും വലിയ പ്രശ്നമാണ്. നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. എന്നിട്ട് ഇതാണ് ഇവിടെ പറയുകയാണ്, നിനക്ക് ആ ഒരു ദശരഥപുത്രൻ്റെ മുമ്പിലൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇവർ രണ്ടുപേരെയും കൂടെ അടുപ്പിക്കുകയാണുള്ളത്. നോക്കണേ. അന്നേരം നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം ഇങ്ങനെയുള്ള വ്യക്തി. ഭ്രാത്രാ ചസ്യ മഹാവീര യേന ചസ്മിൻ വിരൂപിത ഏവം വിലാപ്യ ബഹുഷോ രാക്ഷസീ പ്രദരോദരി ഭ്രാതൃസമീപേ ശോകാർത്ത നഷ്ടസംജ്ഞാ ബഭൂഹ കരാഭ്യം ഉദരം ഹത്വാ രോദ വൃഷസ് ദുഃഖിത. എന്നിട്ട് പറയുകയാണ്, രാമൻ്റെ സഹോദരൻ അവൻ നിസ്സാരനല്ല, അവന് മഹാശക്തനാണ്. പല രീതിയിലും ആ ഒരു രാമലക്ഷ്മണന്മാരെ ഇങ്ങനെ സ്തുതിച്ചപ്പോൾ ആ ഖരൻ്റെ ഉള്ളിലുള്ള വിരോധത്തെ കൂട്ടി. എന്നിട്ട് അവൾ ആ ഒരു നെഞ്ചത്തടിച്ചുകൊണ്ട് അവൾ കരയാൻ തുടങ്ങി. ഏവം ആദർശതി ശൂരം ശൂർപ്പണയാ ഖരം തഥാ ഉവാച രക്ഷസാ മധ്യേ ഖരതരം വച. ഇങ്ങനെയുള്ള ആ ഒരു രാക്ഷസിയുടെ വിലാപമൊക്കെ കേട്ടപ്പോൾ ഖരൻ കൂടുതൽ ദേഷ്യമായി ഇങ്ങനെയുള്ള വചനങ്ങൾ പറഞ്ഞു. തം അപമാൻ പ്രഭാ ക്രോധോയം മതുലോമം ന ശക്തേ ധാരയിതും ലവണ അംബ ഇവ ഉൽബണം. അന്നേരം ഉപ്പുള്ള ജലം കുടിച്ചു കഴിഞ്ഞാൽ ആ ഉപ്പിൻ്റെ രസം, അത് കുടിച്ചതിന് ശേഷം വളരെ കൂടുതൽ ഉപ്പ് രസമുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഉപ്പ് രസം പെട്ടെന്ന് മാറത്തില്ല. അതേപോലെയാണ് നിന്നോടുള്ള അപമാനം, നിന്നെ അപമാനിച്ച ആ ഒരു വിഷമഘട്ടം എനിക്ക് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ന രാമം ഗണയേ വീര്യാൻ മാനുഷം ക്ഷീണം ജീവിതം ആത്മ ദുശ്ചരിതേ പ്രാണൻ ഹതോയോ അധ്യവിമോക്ഷ്യതി. രാമൻ എത്ര വീരശൂര പരാക്രമിയാണെന്നോ, വെറും ഒരു മനുഷ്യനാണ്, വെറും ഒരു മാനവ ജന്മമാണ്, അവനെ ഞാൻ ഇപ്പോൾ തന്നെ തീർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ബാഷ്പം സംഖ്യാരഥാം യേഷ സംഭ്രമം ച വിമുച്യതാം അഹം രാമം സഹഭ്രാത്ര നയം യം സാധനാം. നീ നിൻ്റെ കരച്ചിലൊക്കെ അടക്കൂ, എന്നിട്ട് നിൻ്റെ വിഷമമൊക്കെ മാറ്റൂ.
രാമനെ ഉടൻ തന്നെ ഞാൻ പുരിയിലേക്ക് അയക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പരശ്വദ്ധഹതസ്യാധ്യമന്ദപ്രാണസ്യ തൂതലെ രാമസ്യ രുധിരം രക്തം ഉഷ്ണം പാശ്യസി രാക്ഷസി. നീ നോക്കൂ, അവൻ്റെ രക്തം ഞാൻ ഉടനെ കൊണ്ടുവരികയാണ്. സപൃഷ്ട്വാ വചശ്രുത്വാ ഖരസ്യ വദനാച്യുതം പ്രശംസ പുനർമോഖ്യാത് ഭ്രാതരം രാക്ഷസാംബരം. അങ്ങനെ രാക്ഷസന്മാരുമായിട്ട് ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇത്രയൊക്കെ ഖരനെ വളരെയധികം ഖരൻ്റെ കഷ്ടകാലം അത് തന്നെയാണ്. ഇത്രയൊക്കെ പറഞ്ഞ് ഖരനെ എരികേറ്റി. അന്നേരത്തേക്ക് ഖരൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശൂർപ്പണയ്ക്ക് വലിയ സന്തോഷമായി. എന്നിട്ട് ഉടനെ വീണ്ടും പ്ലേറ്റ് മാറ്റി നാടൻ കെട്ടവൾ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. വെറും ബുദ്ധിശൂന്യമായിട്ടുള്ള ആ ഒരു ശൂർപ്പണക. അങ്ങനെ തന്നെയാണ് വാൽമീകി ഋഷി എഴുതുന്നത്. അദ്ദേഹം എഴുതുന്നത് ഞാനിങ്ങനെ പറയുന്നതേ ആക്ച്വലി ഏകദേശം ആ അർത്ഥത്തിലാണ് വാൽമീകി ഋഷി എഴുതിയിരിക്കുന്നത്. അല്ല എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. ഫുൾ ത്രില്ല് പറയുന്നതിനനുസരിച്ചാണ്, ഒരു ഫുൾ ആക്ഷൻ മൂവി മാതിരിയാണ് വാൽമീകി ഋഷി ഇത് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുവാണ്, നീ രാക്ഷസന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. ഉടനെ തള്ളാൻ തുടങ്ങി. തയാ പരുഷിത പൂർവം പുനർ ഏവ പ്രശംസിത അബ്രവീദൂഷണം നാമ ഖരസേന പതിതം ദദാ. ആദ്യം അവനെ മുഴുവൻ നാണം കെടുത്തി, അതിനുശേഷം ഇപ്പം പുകഴ്ത്താൻ തുടങ്ങി. ഉടൻ തന്നെ ഖരന് വലിയ സന്തോഷമായി. ഉടൻ തന്നെ ദൂഷണനോട് പറഞ്ഞു, അല്ലെ കമാൻഡർ, അവൻ്റെ ആ ഒരു സൈന്യത്തിൻ്റെ 14,000 14,000 രാക്ഷസന്മാർ. മമ ചിത്ത അനുവർത്തിനാം രക്ഷസാം ഭീമവേഗനാം സമരേഷു അനിവർത്തിനാം. ഇനി ടെറർ അടിയും. എന്തുമായിരിക്കും ഇനി അടിയല്ലേ? 14 പേരുമായിട്ടുള്ള യുദ്ധം നമ്മൾ കണ്ടു. ഇനി 14,000 രാക്ഷസന്മാരാണ്. എന്തായിരിക്കും അല്ലേ? ആരാണോ ഞാൻ പറയുന്നത് കേൾക്കുന്നത് അങ്ങനെയുള്ളവർ മാത്രം, വളരെ ശക്തനായ ഭയാനകമായിട്ടുള്ള, ഒരിക്കലും യുദ്ധത്തിൽ ഒളിച്ചോടാത്ത അങ്ങനെയുള്ള 14,000 പേരുണ്ട് അല്ലേ എൻ്റെ ആ ഒരു സൈന്യത്തിൽ അല്ലേ എന്ന് പറഞ്ഞു. അതായത് ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ് അവൻ്റെ ആ ഒരു രാക്ഷസ സൈന്യത്തിൽ. അതിൽ നിന്നും തിരഞ്ഞെടുത്ത 14,000 കമാൻഡോസ്. സാധാരണ സൈന്യത്തെക്കാട്ടിയും ബലം കൂടും കമാൻഡോസിന്. അതേപോലെ ഈ 14,000 ആൾക്കാരെന്ന് പറയുന്നത് സാധാരണ ആൾക്കാരല്ല, രാക്ഷസമാരിലെ കമാൻഡോസാണ്. ഖരൻ്റെ 14,000 കമാൻഡോസുമായിട്ടാണ് ഇവൻ പോകുന്നത്. മിഷൻ രാമൻ. ധീരജീമുദാവർണാനാം ലോകഹിംസ വിഹാരണാം സർവ ഉദ്യോഗം ഉദീർണാനാം രക്ഷസാം സൗമ്യകാരയ. ദുഷണ, അവന്മാർക്കെല്ലാം വളരെ ഭയാനകമായിട്ടുള്ള നിറമുള്ളവരാണ്. അവരെപ്പോഴും വധിക്കാനായിട്ട് അവരെപ്പോഴും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉപസ്ഥാപ്യതേ ക്ഷിപ്രം രഥം സൗമ്യധനുഷിച്ച ശരാഞ്ച ചിത്രാൻ ഖഗ്ഗാം ച ശക്തി ച വിവിധ. എല്ലാവിധ അസ്ത്രങ്ങൾ കൊണ്ട് നിറയ്ക്കൂ. അഗ്നേ നിയതാമിച്ഛാമി പൗലസ്ഥ്യാന മഹാത്മനാം വധാർത്ഥം ദുർവിനിസ്ത്യ രാമസ്യ രണഗോവിദ. ഞാൻ ഏറ്റവും മുന്നിൽ നടക്കാൻ പോവുകയാണ്. രാമനെ ഞാൻ ഇന്ന് തന്നെ തീർക്കും എന്ന് പറഞ്ഞിട്ട്. ഇതിത്തസ്യ ബ്രുവാണസ്യ സൂര്യവർണം മഹാരഥം സദാ അശ്വേ ശബലം യുക്തം ആചക്ഷേ അഥ ദൂഷണ. അങ്ങനെ ആ സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ആ ഒരു രഥത്തിൽ ആ ഒരു ഖരൻ മുന്നോട്ട് പോവുകയാണ്. തമ്മേരു ശിഖരാകാരം തപ്തകാഞ്ചനഭൂഷണം ഹേമചക്രം അസംഭാതം വൈദൂര്യമയം കൂപരം മത്സ്യേ പുഷ്പേ ധൂമ്രശൈല ചന്ദ്രസൂര്യേ ച കാഞ്ചനേ മാംഗല്യേ പക്ഷികം സംഘേ ച താരാഭി ച സമാവൃത ധ്വജനിസ്ത്രംശ സമ്പന്നം കിങ്കണീവരഭൂഷിതം സത്തശ്വയുക്തം സ അമർഷാദ് അരുവംഘരം തഥാ. അങ്ങനെ എല്ലാവിധ ആ ഒരു രഥത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുകയാണ്. വളരെ കാണാൻ നല്ല ഭംഗിയുള്ള രഥത്തിലാണ് ഖരൻ പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നല്ല ചെയ്യലായിരിക്കും, അതല്ലേ? ഖരത്തു താന മഹത് സൈന്യാം രഥം ചർമായുഗ്നധ്വജാൻ
निर्यातिरब्रवीत् प्रेक्ष्य दूषण सर्वराक्षसान् तदा तद्राक्षसं सैन्യം ഘോരചർമായുഗം ധ്വജം നിർജകം ജനസ്ഥാനം മഹാനാദം മഹാജവം. അങ്ങനെ ജനസ്ഥാനത്ത് നിന്ന് തിരിക്കുകയാണ് അവരെല്ലാം. മുദ്രേ പുദൃശേ ശൂലേ സുദീക്ഷണേ ച പരശ്വകേ ഖഗ്ഗേ ചക്രേ ച ഹസ്തസ്ഥേ ഭ്രാജമാനേ സതോമരേ ശക്തിബീപരികേ ഘോരേ അതിമാത്രേ ച കാർമുകേ ഗദാ ആസി മൂസലൈ വജ്രേ ഗൃഹീത ഭീമദർശനേ രാക്ഷസാനാം സുഘോരാണം സഹസ്രാണി ചതുർശ നിര്യതാനി ജനസ്ഥാനം കരചിത്തനുരിതനം. ഇങ്ങനെ അസ്ത്രശസ്ത്രാദികൾ കൊണ്ട് അങ്ങോട്ട് ഓടുകയാണ്. ഇനി ബാക്കി നമുക്ക് വൈകിട്ടെടുത്താലോ, അതോ ഈ 14,000 രാക്ഷസന്മാരെ ഭഗവാൻ വധിക്കുന്നത് കേൾക്കണോ? രാമ രാമ, കാരണം ഇപ്പോഴേ 3:45. എന്ത് ചെയ്യണം നിങ്ങൾ തന്നെ പറയൂ. രാമ 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 രാമ. ഹരേ കൃഷ്ണ. അന്നേരം വൈകിട്ടാക്കാം അല്ലേ നമുക്ക്? ഓക്കെ. അന്നേരം ഇവിടെ കാരണം ഇനി അങ്ങോട്ട് യുദ്ധം നമ്മൾ നല്ല സമാധാനമായിട്ട് കേൾക്കുന്നതാണ് നല്ലത്. ഒരു പെട്ടെന്ന് ഓടിച്ചാടി പറയുന്നത് അത്ര ശരിയാവത്തില്ല അല്ലേ? നല്ല വിശദമായിട്ട് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ പണി കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് വൈകുന്നേരത്ത് ചർച്ച ചെയ്യാം. ഓക്കെ, വൈകുന്നേരത്ത് 6 മണിക്ക്. ഹരേ കൃഷ്ണ. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീരാമചന്ദ്രമൂർത്തിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് രാമായണം കി ജയ്. प्रभुपाद की जय. निताय गौर प्रेमानंदे. हरि बोल.